Good morning. Good morning, ma'am. Okay, ഞാൻ സോൾട്ടീസിന് പകരം വന്നിരിക്കുന്നതാണ്. ടീച്ചേഴ്സിനിടയിൽ ചെറിയൊരു ടൈം ടേബിൾ അഡ്ജസ്റ്റ്മെന്റുമായി ബന്ധപ്പെട്ട് ഇനി ഞാനായിരിക്കും നിങ്ങളുടെ സോൾട്ടീസ് ഉണ്ടാവുക. ഞാനായിരിക്കും പേര് കേട്ടോ. എന്റെ പേര് ആതിര. Good morning, ma'am. Good morning. Good morning, ma'am. Nice to meet you. Thank you. ഓക്കെ, നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിലെ സോൾട്ടീസ് എവിടെ വരെയാണ്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അല്ലേ ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്നേ? ആ ചാപ്റ്റർ അല്ലേ? Yes, ma'am. ഓക്കെ, എവിടെ വരെയാണ് മാം എടുത്തു നിർത്തിയത്? Forecast of manpower requirements വരെ എടുത്തു. ഇനി ഡെവലപ്മെന്റ് ഓഫ് സോഴ്സ് റിക്വയർമെന്റ് എടുക്കാണ്ട്. ഓക്കെ, സ്റ്റെപ്സ് ഓഫ് റിക്വയർമെന്റ് പ്രോസസ്സിൽ അല്ലേ? ഓക്കെ, എങ്ങനെയാണ് നമുക്ക് ആ ഒരു സ്റ്റെപ്സ്? നിങ്ങൾക്ക് ബാക്കി രണ്ടെണ്ണം ക്ലിയർ ആണോ? അതൊന്നുകൂടി ജസ്റ്റ് റിവൈൻഡ് ചെയ്തിട്ട് പോണോ ഒരു കണ്ടിന്യൂഷന് വേണ്ടിയിട്ട്? ഒന്നുകൂടെ റിവൈൻഡ് ചെയ്യാൻ നല്ലത്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റെപ്സ് ഓൺ റിക്രൂട്ട്മെന്റ് പ്രോസസ് തുടങ്ങി ആദ്യം തുടങ്ങി ഈ ഒരു ക്ലാസ്സിൽ തുടങ്ങി നോക്കാം കേട്ടോ. ഓക്കെ, മ്യൂട്ട് കൊടുക്കാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റില് റിക്രൂട്ട്മെന്റ് പ്രോസസ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലെ? എന്താണ് ഒരു റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാല്? എന്താണ് ഒരു റിക്രൂട്ട്മെന്റ്? അറിയാവുന്നവരൊന്ന് മെസ്സേജ് ചെയ്ത് എന്താണ് ഒരു റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ? അതെ, എംപ്ലോയീസിനെ ചൂസ് ചെയ്യുന്നത് തന്നെയാണ് അല്ലെ? അതായത് ഒരു ഓർഗനൈസേഷനില് വേക്കൻസീസ് വന്നു കഴിഞ്ഞാൽ ആ വേക്കൻസീസിനെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യും? അതെ, നിയമന ഒരുപാട് എന്ത് ചെയ്യുന്നു? ആപ്ലിക്കൻസ് വരും അല്ലെ? ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ആപ്ലിക്കൻസ് വന്നിട്ടുണ്ടാവും, അപേക്ഷകരുണ്ടാവും. അവരിൽ നിന്ന് നല്ല വ്യക്തികളെ അല്ലെങ്കിൽ ആ ഒരു ജോലിക്ക് കൃത്യമായിട്ട് ആപ്റ്റ് ആയിട്ടുള്ള ആളുകളെ ചൂസ് ചെയ്യുന്നു അല്ലെ? അല്ലെങ്കിൽ കണ്ടെത്തുന്ന ഒരു പ്രക്രിയയാണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. എന്താണ് റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ? ഒരു സ്ഥാപനത്തില് ഒരു ഓർഗനൈസേഷനില് വേക്കൻസീസ് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടി അവിടെ വന്നിരിക്കുന്ന ആപ്ലിക്കൻസിൽ നിന്നും നല്ല ടാലന്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു ജോലി ചെയ്യാൻ കഴിവുള്ള വ്യക്തികളെ കണ്ടെത്തുക എന്നതാണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് അല്ലെ? അതുപോലെ തന്നെ റിക്രൂട്ട്മെന്റിന്റെ മറ്റൊരു ഡെഫിനിഷൻ ആയിട്ട് പറയുന്നത് എന്താ? റിക്രൂട്ട്മെന്റില് നമുക്ക് ആ ഒരു മികച്ച എംപ്ലോയീസിനെ അല്ലെങ്കിൽ നല്ല ടാലന്റുള്ള അല്ലെങ്കിൽ കഴിവുള്ള എംപ്ലോയീസിനെ കണ്ടെത്തുക, അതോടൊപ്പം അവരെ ഈ ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ്സിലേക്ക് അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ അയക്കാനായിട്ട് എന്ത് ചെയ്യുക? അട്രാക്ട് ചെയ്യുക എന്ന് പറയുന്നുണ്ട് അല്ലെ? എങ്ങനെയായിരിക്കും അത് അട്രാക്ട് ചെയ്യുന്നത്? എങ്ങനെയാണ് ഒരു വ്യക്തി ഇപ്പൊ നമ്മളൊരു റിക്രൂട്ട്മെന്റ് പ്രോസസ്സിലേക്ക് നമ്മളൊരു ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യും അല്ലെ? അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങള് കണ്ടായിരിക്കും, അട്രാക്റ്റഡ് ആയിട്ടായിരിക്കും നമ്മൾ ആ ഒരു ജോലിക്കിലേക്ക് അപ്ലൈ ചെയ്യുന്നത്? എന്തൊക്കെ കാര്യങ്ങൾ കണ്ടിട്ടായിരിക്കും? കണ്ടിട്ടായിരിക്കും നമ്മൾ ഒരു ജോലിയിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ പാക്കേജസ്, സാലറി പാക്കേജുകൾ കണ്ടിട്ടായിരിക്കും അല്ലെ? സാലറിയുടെ സ്കെയില് അല്ലെ, സ്കെയിൽ ഓഫ് പേ എത്രയാണ്, അതുപോലെ തന്നെ അവിടുത്തെ മറ്റ് ബെനിഫിറ്റ്സ്, അലവൻസ് കാര്യങ്ങള്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അങ്ങനെയുള്ള ഒരു കാര്യങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് അവരെ ആപ്ലിക്കൻസിലെ ആ ഒരു വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് അട്രാക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സ് കൂടിയാണ് റിക്രൂട്ട്മെന്റ് പ്രോസസ് എന്ന് പറയുന്നത്. റിക്രൂട്ട്മെന്റ് പ്രോസസ് എപ്പോഴും ഒരു പോസിറ്റീവ് പ്രോസസ് ആണ്. നമുക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് അട്രാക്ട് ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് വന്നിരിക്കുന്ന ആപ്ലിക്കൻസിൽ നിന്നും ആ ജോലിക്ക് ആവശ്യമായിട്ടുള്ള കഴിവും സ്കില്ലും ഒക്കെ ഉള്ള ആളുകളെ നോക്കി എന്ത് ചെയ്യുന്നു? ചൂസ് ചെയ്യുന്നതാണ് റിക്രൂട്ട്മെന്റ് പ്രോസസ് എന്ന് പറയുന്നത്. അത് ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ഇനി നമ്മുടെ മെയിൻ ഭാഗത്തേക്ക് വരാണ്, സ്റ്റെപ്സ് ഓൺ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിലേക്ക്. സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് കാണാൻ പറ്റുന്നില്ലേ നിങ്ങൾക്ക്? ഓക്കെ നോക്കിയപ്പോ സ്റ്റെപ്സ് ഓൺ റിക്രൂട്ട്മെന്റ് പ്രോസസ്. അപ്പൊ നമ്മുടെ റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞതാണ് കേട്ടോ മിസ്. നോക്കിയേ, സ്റ്റെപ്സ് ഓൺ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിൽ നമുക്കൊരു 5 പ്രധാനപ്പെട്ട സ്റ്റെപ്പുകൾ അല്ലെങ്കിൽ ഒരു ഘടകങ്ങളാണ്. ഒരു പേഴ്സണൽ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ജീവനക്കാർ അല്ലെങ്കിൽ എംപ്ലോയീസ് അല്ലെ? എംപ്ലോയീസിന്റെ റിക്രൂട്ട്മെന്റ് പ്രക്രിയയുമായി ബന്ധപ്പെട്ട് 5 പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് അതിൽ ഉൾപ്പെടുന്നത്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് റിക്രൂട്ട്മെന്റ് പോളിസി.
അപ്പൊ ആ പേര് കൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കാം റിക്രൂട്ട്മെന്റ് പോളിസി അല്ലെങ്കിൽ ആ ഒരു റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട നയങ്ങൾ ആരാണ് ഉണ്ടാക്കേണ്ടത്? ആ നയങ്ങള് അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് പോളിസികൾ ആരാണ് ഉണ്ടാക്കേണ്ടത്? ഏത് സ്ഥാപനത്തിലാണോ റിക്രൂട്ട്മെന്റ് നടക്കുന്നത് അല്ലെ, ആ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ടാണ് അല്ലെ. ഒരു കമ്പനി ആണെങ്കിൽ കമ്പനി, അല്ലെങ്കിൽ എന്താണ് മറ്റെന്തെങ്കിലും ഓർഗനൈസേഷൻ ആണെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ അല്ലെ, അവിടെയാണ് ആ ഒരു പോളിസികൾ രൂപീകരിക്കേണ്ടത് അല്ലെ. ഇവിടെ ആ ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ടോ ഒക്കെയുള്ള റിക്രൂട്ട്മെന്റ് പോളിസികൾ അല്ലെങ്കിൽ നയങ്ങൾ എങ്ങനെയാണ് ആ സ്ഥാപനം ഡെവലപ്പ് ചെയ്യുന്നത്, അതിൽ എന്തൊക്കെയായിരിക്കും ആ ഒരു പോളിസിയിൽ ഉൾപ്പെടുന്നത് എന്നതാണ് റിക്രൂട്ട്മെന്റ് പോളിസിയിൽ പറയുന്ന കാര്യങ്ങൾ. നോക്കിയ ഫസ്റ്റ്, റിക്രൂട്ട്മെന്റ് പോളിസി ഇസ് എ ഡിക്ലറേഷൻ ഓൺ ഹൗ യു ഹയർ. അതായത് ആ ഒരു സ്ഥാപനത്തെ ബേസ് ചെയ്ത് ചിന്തിക്കുക. ആ ഒരു സ്ഥാപനത്തില് എങ്ങനെയാണ് ജീവനക്കാരെ നിയമിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവിടുത്തെ ജീവനക്കാരെ ആ ജോലിയിലേക്ക് അവരെ എങ്ങനെയാണ് നിയമിക്കുന്നത് എന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു വിശദീകരണം അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനമാണ് റിക്രൂട്ട്മെന്റ് പോളിസി എന്ന് പറയുന്നത്. അപ്പൊ ആ സ്ഥാപനത്തില് ഈ പോളിസി, പലതരത്തിലുള്ള പോളിസീസ് ഉണ്ട് അല്ലെ, ഹെൽത്ത് പോളിസി, റിക്രൂട്ട്മെന്റ് പോളിസി, അങ്ങനെയുള്ള പലതരത്തിലുള്ള പോളിസികൾ ഉണ്ടാവുമ്പോൾ ആ പോളിസി അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിന്റെ റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഈ നയങ്ങളിൽ എന്തൊക്കെയായിരിക്കും പറഞ്ഞിരിക്കുന്നത്? ആ ഒരു സ്ഥാപനത്തിലേക്ക് എങ്ങനെയാണ് ജീവനക്കാരെ നിയമിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ സ്ഥാപനത്തിലേക്ക് ഒരു ജീവനക്കാരെ ജോലിക്ക് എടുക്കുന്നത് എന്നുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ ഡിക്ലറേഷൻസ് ആയിരിക്കും, ഇതിന്റെ വിശദീകരണമായിരിക്കും റിക്രൂട്ട്മെന്റ് പോളിസിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവുക. പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? Okay. Then next okay, it defines your company's preferred hiring practices and encourage consistency within your employee recruiting പ്രോസസ്. ഇനി പറയുന്നത് എന്താ? ആ ഒരു കമ്പനി അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിന്റെ പ്രിഫേർഡ് ഹയറിംഗ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ആ ഒരു സ്ഥാപനത്തിന്റെ താല്പര്യത്തിനനുസരിച്ച് അല്ലെ, അവരുടെ താല്പര്യത്തിനനുസരിച്ചുള്ള നിയമന രീതികളായിരിക്കും ഓരോ സ്ഥാപനവും ഫോളോ ചെയ്യുന്നത് അല്ലെ. ഒരിക്കലും ഒരു സ്ഥാപനത്തിനും ഒരേപോലെയുള്ള, ഇപ്പൊ എല്ലാ സ്ഥാപനങ്ങളും ഒരുപോലെ ആയിരിക്കില്ല റിക്രൂട്ട്മെന്റ് നടത്തുന്നത്, വ്യത്യസ്തമായിരിക്കും. അത് ഓരോ സ്ഥാപനത്തിന്റെയും താല്പര്യത്തിനനുസരിച്ചുള്ള റിക്രൂട്ട്മെന്റ് രീതികളിലൂടെയാണ് അവിടെ റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. ആൻഡ് എൻകറേജസ് കൺസിസ്റ്റൻസി വിത്തിൻ യുവർ എംപ്ലോയി റിക്രൂട്ടിംഗ് പ്രോസസ്. ഇനി അവിടെ എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ് അല്ലെങ്കിൽ ആ ഒരു പ്രക്രിയയുടെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ സ്ഥിരത അല്ലെ, ആ ഒരു സ്ഥിരത പ്രോത്സാഹിപ്പിക്കുന്നതും എന്തിൽ ഉൾപ്പെടുന്നുണ്ട്? അപ്പൊ ഒരു റിക്രൂട്ട്മെന്റ് പോളിസി എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് മിസ് പറഞ്ഞുതരാം. 2 പോയിന്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. റിക്രൂട്ട്മെന്റ് പോളിസി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കേണ്ടത് അതൊരു സ്ഥാപനവുമായി ബന്ധപ്പെട്ടുള്ള പോളിസിയാണ് അല്ലെ. ഏത് സ്ഥാപനത്തിലാണോ റിക്രൂട്ട്മെന്റ് നടക്കുന്നത് ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുള്ള പോളിസി അല്ലെങ്കിൽ നയങ്ങളാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ആ ഒരു പോളിസിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുന്നത്? എന്താണ് ഫസ്റ്റ് ഉൾപ്പെടുക? അല്ലെങ്കിൽ എവിടെ ആ ഒരു സ്ഥാപനത്തിൽ ഒരു റിക്രൂട്ട്മെന്റ് അല്ലെങ്കിൽ ഒരു വേക്കൻസി വന്നു, എങ്ങനെയാണ് ആ സ്ഥാപനത്തിലേക്ക് ആളുകളെ റിക്രൂട്ട്മെന്റിലൂടെ നിയമിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ സ്ഥാപനത്തിലേക്ക് ജീവനക്കാരെ ജോലിക്കായി എടുക്കുന്നത് എന്ന കാര്യങ്ങളെ കുറിച്ച് വിശദീകരിക്കുന്ന അല്ലെങ്കിൽ പ്രഖ്യാപിക്കുന്ന ഒരു പോളിസി അല്ലെങ്കിൽ നയമാണ് റിക്രൂട്ട്മെന്റ് പോളിസി എന്ന് പറയുന്നത്. രണ്ടാമതായി പറഞ്ഞ പോയിന്റ് എന്താ? ഇതിലൂടെ ഈ ഒരു പോളിസിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? യുവർ കമ്പനീസ് പ്രിഫേർഡ് ഹയറിംഗ് പ്രാക്ടീസസ്, ആ കമ്പനിയുടെ ഇഷ്ടാനുസൃതമായിട്ടുള്ള അല്ലെങ്കിൽ കമ്പനിക്ക് താല്പര്യമുള്ള രീതിയിലുള്ള നിയമന രീതികളായിരിക്കും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക. അതുപോലെ തന്നെ ഈ പറയുന്ന റിക്രൂട്ട്മെന്റ്, എംപ്ലോയീസിനെ അവിടെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന പ്രോസസ്സ് അല്ലെ, ആ ഒരു പ്രക്രിയയുടെ സ്ഥിരത പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള രീതികളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്, ആ ഒരു റിക്രൂട്ട്മെന്റ് പോളിസിയിൽ ഉൾപ്പെടുന്നുണ്ട്. ഇനി such a policy declares the objective of the recruitment and provides a framework of implementation of the recruitment program in the form of procedures. ഇനി ഈ ഒരു റിക്രൂട്ട്മെന്റ് പോളിസിയിൽ എന്തൊക്കെയാ ഉൾപ്പെടുന്നത്? such a policy, ഇങ്ങനെയുള്ള ഒരു പോളിസിയുടെ എന്തൊക്കെ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്? the objective of the recruitment, ആ ഒരു റിക്രൂട്ട്മെന്റ് നടത്തുന്നതിന്റെ ലക്ഷ്യം എന്താണ് അല്ലെ, ആ ഒരു റിക്രൂട്ട്മെന്റ് നടത്തുന്നതിന്റെ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ലക്ഷ്യം എന്താണ്? ലക്ഷ്യം എന്ത് തന്നെയായിരിക്കും? അത് വന്നിരിക്കുന്ന വേക്കൻസീസ് ഫില്ല് ചെയ്യുക അല്ലെ, അത് തന്നെയാണ് ലക്ഷ്യം. ഓക്കെ. ആൻഡ് പ്രൊവൈഡ്സ് എ
framework of implementation of the recruitment program in the form of procedures. In the procedures, അല്ലെങ്കിൽ പലതരത്തിലുള്ള നടപടിക്രമങ്ങളിലൂടെ ഈ റിക്രൂട്ട്മെന്റ് പ്രോസസ് പ്രോഗ്രാമുകൾ എന്ത് ചെയ്യുക, ഇംപ്ലിമെന്റ് ചെയ്യാന്ന് പറയേണ്ട നടപ്പിലാക്കുക അല്ലെ. ഫ്രെയിംവർക്ക് ഓഫ് ഇംപ്ലിമെന്റേഷൻ, അത് എങ്ങനെ നടപ്പിലാക്കണം എന്നതിനെ കുറിച്ചുള്ള ഒരു ചട്ടക്കൂട് അല്ലെ. നോക്കി, ഇപ്പൊ റിക്രൂട്ട്മെന്റ് പോളിസി തേർഡ് പോയിന്റ് എന്താ പറയുന്നത്, റിക്രൂട്ട്മെന്റ് പോളിസിയിൽ മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് വിശദീകരിക്കുന്നത്. അതിൽ ഒന്നാമതായി പറയുന്നത് ആ ഒരു റിക്രൂട്ട്മെന്റിന്റെ ലക്ഷ്യം എന്താണ് എന്ന് പറയും. ആ ഒരു റിക്രൂട്ട്മെന്റ് പോളിസിയിൽ എന്തുണ്ടാവും, ആ ഒരു റിക്രൂട്ട്മെന്റിന്റെ പ്രധാന ലക്ഷ്യം എന്തായിരിക്കും അത് ഉൾപ്പെടുന്നുണ്ട്. അത് കൂടാതെ എന്താ പറയുന്നത്, ഈ ഒരു റിക്രൂട്ട്മെന്റ് നടത്താനുള്ള പ്രോഗ്രാമുകൾ സെറ്റ് ചെയ്യണ്ടേ അല്ലെ. വെറുതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും ഒരു റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസ് ആസൂത്രണം ചെയ്യുകയും അതെങ്ങനെയാണ്, ഏതൊക്കെ നടപടിക്രമങ്ങളിലൂടെയാണ് അത് അവർ നടപ്പിലാക്കേണ്ടത് അല്ലെ, ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് അത് നടപ്പിലാക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ഒരു ചട്ടക്കൂട് എന്ന കാര്യങ്ങളെല്ലാം ഇതിൽ വരുന്നുണ്ട്, റിക്രൂട്ട്മെന്റ് പോളിസിയിൽ വരുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് നോക്കിയേ, ഇറ്റ്സ് ബ്രോഡ് സെൻസ് അല്ലെങ്കിൽ ഒരു വിശാലമായ അർത്ഥത്തിൽ, ഓർ എ റിക്രൂട്ട്മെന്റ് പോളിസി സെൻസ് അല്ലെങ്കിൽ ഒരു റിക്രൂട്ട്മെന്റ് പോളിസിയുടെ അർത്ഥത്തിൽ, and it involves a commitment by the employer to such general principles. എന്താണ് അവിടെ ഒരു കമ്മിറ്റ്മെന്റ്, എന്താ പ്രതിബദ്ധത അല്ലെ. അപ്പൊ ഈ ഒരു എംപ്ലോയർ അല്ലെങ്കിൽ ആരാണോ ജോലി നൽകാൻ പോകുന്ന ആളുകൾ അല്ലെ, ആ എംപ്ലോയർക്ക് ഒരു കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ പ്രതിബദ്ധത എന്തിനോടുണ്ടായിരിക്കണം റിക്രൂട്ട്മെന്റ് നടത്തുന്ന സമയത്ത്. ജനറൽ പ്രിൻസിപ്പിൾസ്, കുറച്ച് പൊതുവായിട്ടുള്ള തത്വങ്ങൾ അധിഷ്ഠിതമായിട്ട് അല്ലെങ്കിൽ തത്വങ്ങളെ ആശ്രയിച്ചായിരിക്കണം റിക്രൂട്ട്മെന്റുകൾ നടത്തേണ്ടത്. ആര് നടത്തേണ്ടത്, ഒരു എംപ്ലോയർ നടത്തേണ്ടത്. ഒരിക്കലും ഇതിൽ എന്താണ് ഈ ഒരു ജനറൽ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യാതെ റിക്രൂട്ട്മെന്റ് നടത്താൻ പാടില്ല. ആ ജനറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ പൊതു തത്വങ്ങളുടെ അടിസ്ഥാനത്തില് ആ തത്വങ്ങളെ അധിഷ്ഠിതമായിട്ടായിരിക്കണം ഒരു എംപ്ലോയർ എന്ത് ചെയ്യേണ്ടത്, ആളുകളെ നിയമിക്കേണ്ടത്. നോക്കി, അത്രയും ഭാഗം ജസ്റ്റ് ജനറൽ ആയിട്ട് വേഗം ഒന്ന് പറയാണ്. റിക്രൂട്ട്മെന്റ് പോളിസി എന്ന് പറഞ്ഞാല് റിക്രൂട്ട്മെന്റ് പോളിസി അത് സ്ഥാപനവുമായി ബന്ധപ്പെട്ടതാണ്. ആ സ്ഥാപനത്തില് എങ്ങനെയാണ് ജീവനക്കാരെ നിയമിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് അവരെ ജീവനക്കാരെ ജോലിക്ക് എടുക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വിശദീകരിക്കുന്ന അല്ലെങ്കിൽ പ്രഖ്യാപിക്കുന്ന ഒന്നാണ് റിക്രൂട്ട്മെന്റ് പോളിസി എന്ന് പറയുന്നത്. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട് ഈ റിക്രൂട്ട്മെന്റ് പോളിസിയില്, ആ കമ്പനിയുടെ താല്പര്യത്തിനനുസരിച്ചുള്ള നിയമന രീതികൾ ഉൾപ്പെടുന്നുണ്ട്. പിന്നെ എന്താണ് അതിൽ വരുന്നത്, റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. അതുപോലെ ഇതെങ്ങനെയാണ് ഈ റിക്രൂട്ട്മെന്റ് പ്രോഗ്രാം എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ അത് നടപ്പിലാക്കാം എന്ന രീതിയിലുള്ള കാര്യങ്ങളും ഈ ഒരു പോളിസിയിൽ ഉൾപ്പെടുന്നുണ്ട്. ഇനി പറയാൻ പോകുന്നത് ഈ ഒരു റിക്രൂട്ട്മെന്റ് പോളിസിയിൽ കുറച്ച് ജനറൽ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ പൊതു തത്വങ്ങളുണ്ട്. ആ പ്രിൻസിപ്പിൾസിനനുസൃതമായിട്ടായിരിക്കും അവിടെ എന്ത് ചെയ്യേണ്ടത്, ഒരു എംപ്ലോയർ ആളുകളെ നിയമിക്കേണ്ടത്. ഇത്രയും ക്ലിയർ ആണോ റിക്രൂട്ട്മെന്റ് പോളിസിയുമായി ബന്ധപ്പെട്ട്? ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾ ആ ഒരു ഫസ്റ്റ് പോയിന്റ് നോക്കണം കേട്ടോ. റിക്രൂട്ട്മെന്റ് പോളിസീസ് ഡിക്ലറേഷൻ ഓഫ് ഓൺ ഹൗ യു ഹയർ, ആ ഒരു സെന്റൻസ് നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഭാഗം ഈ പറയുന്ന ജനറൽ പ്രിൻസിപ്പിൾസ് ആണ് കേട്ടോ. ജനറൽ പ്രിൻസിപ്പിൾസ് ഇമ്പോർട്ടന്റ് ആണ്. ആ 4 എണ്ണവും പഠിച്ചു വെച്ചേക്കണം കേട്ടോ. നോക്കിയേ, ജനറൽ പ്രിൻസിപ്പിൾ ഒരു ജീവനക്കാരെ നിയമിക്കുന്ന സമയത്ത് ഫോളോ ചെയ്യേണ്ട പ്രിൻസിപ്പിൾസ് ആണ് പറയുന്നത്. നോക്കിയേ, ഫസ്റ്റ് വൺ, ടു സെലക്ട് ആൻഡ് എംപ്ലോയ് ദ ബെസ്റ്റ് ക്വാളിഫൈഡ് പേഴ്സൺ ഫോർ ഈച്ച് ജോബ്. ഓരോ ജോബിനും എന്താണ് ക്വാളിഫൈഡ് ആയിട്ടുള്ള അല്ലെ, ഓരോ ജോബിനും എങ്ങനെയുള്ളവരെ ആയിരിക്കണം എന്താണ് സെലക്ട് ചെയ്യണമെന്നത്, നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള അല്ലെ, ഗുണനിലവാരങ്ങൾ, നല്ല യോഗ്യതയുള്ള ആളുകൾ, ആൻഡ് ബെസ്റ്റ് വളരെ മികച്ചതായിട്ടുള്ള എംപ്ലോയീസിനെ അല്ലെങ്കിൽ ജീവനക്കാരെ സെലക്ട് ചെയ്യുകയും ജോലിയിൽ പ്രവേശിപ്പിക്കുകയും അല്ലെങ്കിൽ നിയമിക്കുകയും ചെയ്യണം. ടു സെലക്ട് ആൻഡ് എംപ്ലോയ് ദ ബെസ്റ്റ് ക്വാളിഫൈഡ് പേഴ്സൺ ഫോർ ഈച്ച് ജോബ്. ഓരോ ജോലിക്കും അവർക്ക് എങ്ങനെയുള്ളവരായിരിക്കണം, ആ ജോലിക്ക് അനുസൃതമായിട്ടുള്ള യോഗ്യത ഉള്ളവരും അതുപോലെ തന്നെ വളരെ മികച്ചതായിട്ടുള്ള എംപ്ലോയീസിനെ സെലക്ട് ചെയ്യുകയും അവരെ നിയമിക്കുകയും ചെയ്യണം. അപ്പൊ അല്ലാതെ എന്താ ഒരു ജോലിക്ക് എന്താണ് ക്വാളിഫിക്കേഷൻസ് ഒന്നും ഇല്ലാത്ത ആളുകളെ ഒന്നും സെലക്ട് ചെയ്യരുത്. എപ്പോഴും ഫസ്റ്റ് പറയുന്ന പ്രിൻസിപ്പിൾ എന്താണ്, നല്ല
ക്വാളിഫിക്കേഷൻസ്, നല്ല യോഗ്യതയുള്ളവരും മികച്ചതായിട്ട് പെർഫോം ചെയ്യുന്നതുമായിട്ടുള്ള ജീവനക്കാരെ ആയിരിക്കണം സെലക്ട് ചെയ്യേണ്ടതും നിയമിക്കേണ്ടതും. അതാണ് ഫസ്റ്റ് പ്രിൻസിപ്പിളിൽ പറയുന്നത്. സെക്കൻഡ് പ്രിൻസിപ്പിളിൽ പറയുന്നത് ടു എംപ്ലോയ് ദ ബെസ്റ്റ് ആൻഡ് മോസ്റ്റ് പ്രോമിസിംഗ് ഓഫ് ദോസ് ഹയർഡ്. ഇനി എന്താ, ആപ്ലിക്കേഷൻസ്, ഒരുപാട് ആപ്ലിക്കേഷൻസ് വരും അല്ലെ. ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ്സിലേക്കും അല്ലെങ്കിൽ ഒരു ജോബ് വേക്കൻസി എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഇത് വരും അല്ലെ, ആപ്ലിക്കൻസ് ഉണ്ടാവും. അതിൽ നിന്ന് എങ്ങനെയുള്ളവരെ ആയിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്? മോസ്റ്റ് പ്രോമിസിംഗ് എന്ന് വെച്ചാൽ കൂടുതൽ വാഗ്ദാനം ചെയ്യുന്നവരെ, എന്ന് വെച്ചാല് ആ ഒരു ജോലി കൃത്യമായിട്ട് നമുക്ക് ചെയ്തു തരാൻ പറ്റും എന്ന് തോന്നുന്നവര് അല്ലെ, മോസ്റ്റ് പ്രോമിസിംഗ് ആയിട്ടുള്ള ആളുകള്, ഒരുപാട് നമുക്ക് കഴിവുണ്ട് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് അത് നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കും എന്ന് തോന്നുന്ന വ്യക്തികള്, അങ്ങനെ ബെസ്റ്റ് ആയിട്ടുള്ള മികച്ചതായിട്ടുള്ള എംപ്ലോയീസിനെ ആയിരിക്കണം ജോലിയിൽ നിയമിക്കേണ്ടത്. Third principle ആണ് to offer favorable opportunity for lifetime working careers. അവർക്ക് അവിടെ ലൈഫ് ടൈം ആയിട്ട് അവരുടെ ജീവിത കാലഘട്ടം മുഴുവനും അവിടെ വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കരിയറിനുള്ള ഒരു അവസരം, ഒരു ഫേവറബിൾ ഓപ്പർച്യൂണിറ്റി, എന്താ അതിന് വേണ്ടിയിട്ട് ഒരു അനുകൂലമായിട്ടുള്ള ഒരു അവസരം അവർക്ക് എന്ത് ചെയ്യുക, ഓഫർ ചെയ്യുക. എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളൊരു എംപ്ലോയി ആയിട്ട് ഒരു ജോലിയിൽ പ്രവേശിച്ചു എന്ന് വിചാരിക്കാം. ചില ആളുകൾക്ക് നമുക്കറിയാം, ചില കമ്പനീസിലൊക്കെ ആണെങ്കിൽ അവരുടെ പെരുമാറ്റവും കാര്യങ്ങളൊന്നും ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടില്ല അല്ലെ. അതേസമയം നമുക്ക് എന്താണ്, നന്നായിട്ട് പെരുമാറുന്ന ഒരിടം, നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരിടമാണെങ്കിൽ ആ ഒരു വ്യക്തിക്ക് എന്തായിരിക്കും തോന്നുക, ആ ഒരു സ്ഥാപനത്തിൽ നിന്ന് പിന്നെ പോരാൻ തോന്നുന്നു. ആ ഒരു വ്യക്തിക്ക് ആ ഒരു സ്ഥാപനത്തിൽ നിന്ന് പോരാൻ തോന്നുന്നു. നിങ്ങളാണെങ്കിൽ എങ്ങനെയാണ്, ആ ഒരു സ്ഥാപനത്തിൽ നമ്മൾ തുടരും അല്ലെ. നമ്മുടെ അപ്പൊ നമുക്ക് അവർക്ക് എന്ത് തോന്നണം, നമ്മളൊരു ജീവനക്കാരനെ നിയമിക്കുമ്പോൾ ആ ജീവനക്കാർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അവർക്ക് എന്ത് തോന്നണം, എന്റെ ജീവിത അവസാനം വരെയും ഞാൻ ഇവിടെ തന്നെ എനിക്ക് വർക്ക് ചെയ്യണം എന്ന രീതിയിൽ തോന്നുന്ന രീതിയിലുള്ള അവസരങ്ങള് അവർക്ക് കൊടുക്കണമെന്ന്. ആ ഒരു സ്ഥാപനത്തില് സ്ഥിരമായിട്ട് അല്ലെങ്കിൽ അവർ ആ ഒരു അവർക്ക് പോവാനായിട്ട് അവർക്ക് തോന്നുന്ന ഒരു അവസരങ്ങളും ഇവിടെ കൊടുക്കാൻ പാടില്ല. അവർക്ക് അത് ഒരു ലൈഫ് ടൈം വർക്കിംഗ് കരിയർ ആയിട്ട് ഇത് മാറാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് അനുവദിച്ച് നൽകുക. The fourth one ആണ് to provide programmers and facility for personal growth on the job. ഇനി എന്താ, ഒരിക്കലും അവിടെ ആ ഒരു കമ്പനിയുടെ വളർച്ച അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിന്റെ വളർച്ച മാത്രമല്ല നോക്കേണ്ടത്, മറിച്ച് എന്താ, പേഴ്സണൽ ഗ്രോത്ത്. ഈ പറയുന്ന നിയമിച്ചിരിക്കുന്ന ഓരോ ജീവനക്കാരുടെയും വ്യക്തിഗതമായിട്ടുള്ള വളർച്ച അല്ലെ, അവരുടെ പേഴ്സണൽ ഗ്രോത്ത് കൂടി മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം നമ്മള് എന്താണ് ഒരു എംപ്ലോയിനെ നിയമിക്കേണ്ടത്. അവരുടെ പേഴ്സണൽ ഗ്രോത്ത് ഒരു ജോബുമായി ബന്ധപ്പെട്ടുള്ള പേഴ്സണൽ ഗ്രോത്ത് ആണ് കേട്ടോ. ഒരു ജോലിയിൽ അവർ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവർ കുറെ കാര്യങ്ങൾ അവർക്ക് എന്ത് കൊടുക്കണം, ട്രെയിനിങ്ങുകള് കാര്യങ്ങളൊക്കെ കൊടുത്ത് നമുക്ക് പല രീതിയിലും അവരെ എന്ത് ചെയ്യാം, അവരുടെ ആ ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ വളർച്ച, വ്യക്തിഗത വളർച്ച ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെ എന്തൊക്കെ വേണം നമുക്ക്, പ്രോഗ്രാം എന്നാണ് കേട്ടോ അവിടെ നോക്കി, ടു പ്രൊവൈഡ് പ്രോഗ്രാംസ് ആൻഡ് ഫെസിലിറ്റീസ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവരുടെ വ്യക്തിഗതമായിട്ടുള്ള അല്ലെങ്കിൽ പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാവുന്ന രീതിയിലുള്ള പ്രോഗ്രാമുകള് അതുപോലെ സൗകര്യങ്ങളും ഈ ഒരു സ്ഥാപനം പ്രൊവൈഡ് ചെയ്തിരിക്കണം. അപ്പൊ ഒരു 4 ജനറൽ പ്രിൻസിപ്പിൾസ് ആണ് പറഞ്ഞത്. ആ 4 ജനറൽ പ്രിൻസിപ്പിൾസിനും അധിഷ്ഠിതമായിരിക്കണം ഒരു എംപ്ലോയിയെ അവിടെ നിയമിക്കേണ്ടത് അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് ചെയ്യേണ്ടത്. 4 പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാ പറഞ്ഞത്, ഇമ്പോർട്ടന്റ് ആണ് 4 പ്രിൻസിപ്പിൾസ്. ഫസ്റ്റ് വൺ പറഞ്ഞത് ടു സെലക്ട് ആൻഡ് എംപ്ലോയ് ദ ബെസ്റ്റ് ക്വാളിഫൈഡ് പേഴ്സൺ ഫോർ ഈച്ച് ജോബ്. ഓരോ ജോലിക്കും അനുയോജ്യരായിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള നല്ല മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ആളുകളെ ആയിരിക്കണം സെലക്ട് ചെയ്യേണ്ടതും എംപ്ലോയ് ചെയ്യേണ്ടതും അല്ലെങ്കിൽ നിയമിക്കേണ്ടതും. രണ്ടാമത്തെ പ്രിൻസിപ്പിൾ എന്താ പറയുന്നത്, ടു എംപ്ലോയ് ദ best qualified person for each, best and most promising of those hired അല്ലെ. അവിടെ നമ്മൾ ഒരുപാട് ജീവനക്കാരെ നമ്മൾ ആപ്ലിക്കൻസ് ആയിട്ട് വന്നിട്ടുണ്ടാവും. അതില് എങ്ങനെയുള്ളവരെ ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, മോസ്റ്റ് പ്രോമിസിംഗ്. അതായത് നമ്മൾ ഈ ഒരു ജോലി കൊടുത്താൽ അവർ വ്യക്തമായിട്ടും കൃത്യമായിട്ടും നമുക്ക് ചെയ്തു തരും എന്ന് പ്രോമിസ് ചെയ്യുന്ന അല്ലെങ്കിൽ വാഗ്ദാനം ചെയ്യുന്ന
ചെയ്യുന്നതായിട്ടുള്ള അതുപോലെ ബെസ്റ്റ് ആയിട്ട് മികച്ചതായിട്ട് നിൽക്കുന്ന വ്യക്തികളെ ആയിരിക്കണം നമ്മൾ അവിടെ നിയമിക്കേണ്ടത്. മൂന്നാമതായി പറഞ്ഞത് ടു ഓഫർ ഫേവറബിൾ ഓപ്പർച്യൂണിറ്റി ഫോർ ലൈഫ് ടൈം വർക്ക് കരിയേഴ്സ്. അവിടെ ഒരു ജീവനക്കാരൻ നിയമിച്ചാൽ അവർക്ക് അവിടെ ലൈഫ് ടൈം ആയിട്ട് അവർക്ക് ജീവിതകാലം മുഴുവൻ അവിടെ വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള കരിയറിനുള്ള ഒരു അവസരങ്ങൾ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് ഓഫർ ചെയ്യുക. നാലാമത് പറയുന്നത് ടു പ്രൊവൈഡ് പ്രോഗ്രാമേഴ്സ് ആൻഡ് ഫെസിലിറ്റീസ് ഫോർ പേഴ്സണൽ ഗ്രോത്ത് ഓൺ ദ ജോബ്. അവിടെ ആ ഒരു ജോലിയുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു വ്യക്തിയുടെ ഗ്രോത്ത് അല്ലെങ്കിൽ അവരുടെ വ്യക്തിഗതമായ ഒരു വളർച്ച കൂടി മുന്നിൽ കണ്ടുകൊണ്ട് അതിനനുസരിച്ച് അവർക്ക് പലതരത്തിലുള്ള പ്രോഗ്രാമുകളോ ഫെസിലിറ്റീസ് സൗകര്യങ്ങളും ട്രെയിനിങ് പ്രോഗ്രാം കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. ഒരു ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് അല്ലെ ഒരുപാട് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാറില്ലേ. അതുപോലെ ഓരോ രീതിയിലുള്ള പ്രോഗ്രാംസും സൗകര്യങ്ങളും ഒക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അവരെ എംപ്ലോയീസിനെ എന്ത് ചെയ്യണം കുറച്ചുകൂടി മെച്ചപ്പെടുത്തണം. അത്രയും 4 ജനറൽ പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ പറഞ്ഞത്. അത് ക്ലിയർ ആണോ? ഓക്കെ. ആ ഒരു റിക്രൂട്ട്മെന്റ് പോളിസി എന്ന് പറയുന്ന ഭാഗം ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് അടുത്തൊരെണ്ണമാണ്. ഏതാ? റിക്രൂട്ട്മെന്റ് ഓർഗനൈസേഷൻ അല്ലെ. ഇനി ആ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് അല്ലെ ആ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് റിക്രൂട്ട്മെന്റിന് വേണ്ട അറേഞ്ച്മെന്റ് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്താണ് ആ ഒരു ചെറിയ ഭാഗമാണ് റിക്രൂട്ട്മെന്റ് ഓർഗനൈസേഷനിൽ പറയുന്നത്. There is no general procedure for hiring new staff which is applicable to all business enterprises. ഇനി എന്താ പറയുന്നേ? ഈ ഒരു റിക്രൂട്ട്മെന്റിന്റെ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ സംഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ അതായത് എല്ലാ ബിസിനസ് എന്റർപ്രൈസ് എന്ന് പറഞ്ഞ സംരംഭം അല്ലെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട എല്ലാ സംരംഭങ്ങൾക്കും എന്താണ് അവിടെ പുതിയ ജീവനക്കാരെ നിയമിക്കുന്നതിന് വേണ്ടി ഒരു പൊതുവായിട്ടുള്ള യാതൊരു നടപടിക്രമങ്ങളും ഒരു ജനറൽ ആയിട്ടുള്ള ഒന്നുമില്ല. എന്താ? എല്ലാ സ്ഥാപനങ്ങളും ഒരേ രീതിയിലൂടെ ആയിരിക്കും റിക്രൂട്ട്മെന്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നിയമനം നടത്തേണ്ടത് എന്നുള്ള നിയമോ കാര്യങ്ങളോ ഒന്നുമില്ല. മറിച്ച് എങ്ങനെയാണ് അവർക്ക് ഇഷ്ടാനുസൃതമായിട്ട് അല്ലെ അവർക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും അവിടെ റിക്രൂട്ട്മെന്റ് എങ്ങനെ നടത്തണം. അപ്പൊ എല്ലാ സ്ഥാപനങ്ങളും ഒരുപോലെയാണോ റിക്രൂട്ട്മെന്റ് നടത്തുന്നത്? ആണോ? എല്ലാ സ്ഥാപനങ്ങളും ഒരുപോലെയാണോ? അല്ല അല്ലെ. പലതരത്തില് വ്യത്യസ്തമായിട്ട് അവരുടെ സ്ഥാപനത്തിന് എങ്ങനെയാണോ താല്പര്യം അതിനനുസരിച്ചാണ് അവിടെ റിക്രൂട്ട്മെന്റ് നടത്തേണ്ടത്. അതുകൊണ്ട് തന്നെ എല്ലാ ബിസിനസ് സ്ഥാപനങ്ങൾക്കും വേണ്ടിയിട്ട് പൊതുവായിട്ട് ഒരു ജനറൽ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ എന്താ ഒരു പൊതുവായിട്ടുള്ള നടപടിക്രമങ്ങളോ കാര്യങ്ങളോ ഒന്നും ജീവനക്കാരെ നിയമിക്കുന്നതിനായിട്ട് ഉണ്ടായിരിക്കില്ല. അനി എന്താ പറയുന്നത് നെക്സ്റ്റ്? ഈച്ച് എന്റർപ്രൈസ് ഹാസ് ഇറ്റ്സ് കസ്റ്റമൈസ്ഡ് പ്രൊസീജിയർ വിച്ച് ബ്രിങ്സ് the desired quantity and quality of manpower at the minimum possible cost. ഇനി എന്താ പറയുന്നേ? ആ ഒരു സ്ഥാപനത്തിന് അല്ലെങ്കിൽ ആ ഒരു സംരംഭത്തിന് എന്ത് ചെയ്യാം? ഹാസ് ഇറ്റ്സ് കസ്റ്റമൈസ്ഡ് പ്രൊസീജിയർ അല്ലെ നമ്മൾ കസ്റ്റമൈസ് ചെയ്തെടുക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഇഷ്ടാനുസൃതമായിട്ടുള്ള നടപടിക്രമങ്ങളിലൂടെ അവർക്ക് എന്ത് ചെയ്യാം? ജീവനക്കാരെ നിയമിക്കാം. And which brings it the desired quantity and quality of manpower at the minimum possible cost. എങ്ങനെയാണ് അവർ താല്പര്യം കാണിക്കുന്നത്? ഏറ്റവും മിനിമം കോസ്റ്റ് അല്ലെ സാധ്യമായ ഏറ്റവും കുറഞ്ഞ ചിലവിലൂടെ നല്ല ഗുണമേന്മയുള്ള അല്ലെങ്കിൽ നല്ല യോഗ്യതയുള്ള ജീവനക്കാരെയും അൺഡിസൈഡ് ക്വാണ്ടിറ്റി. ഇപ്പൊ 1-2 വേക്കൻസി ആയിരിക്കില്ല, ചിലപ്പോൾ ഒരുപാട് വേക്കൻസി വന്നാൽ ഒരു 5 വേക്കൻസി ആണുള്ളതെങ്കിൽ ആ 5 ആളുകളെ അത്രയും അളവിലുള്ള ആളുകളെ നമ്മൾ അവിടെ എന്ത് ചെയ്യണം? റിക്രൂട്ട് ചെയ്യണം അല്ലെ. അപ്പൊ അതെല്ലാം ആ ഒരു ക്വാണ്ടിറ്റി എത്ര അളവിൽ ആളുകൾ വേണം, അതുപോലെ എങ്ങനത്തെ ക്വാളിഫൈഡ് ആയിട്ടുള്ള യോഗ്യതയുള്ള ആളുകളായിരിക്കണം എന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കസ്റ്റമൈസ് ചെയ്ത് ഇഷ്ടാനുസൃതമായ നടപടിക്രമങ്ങളിലൂടെ അവരെ കണ്ടെത്താനും നിയമിക്കാനും ആ ഒരു സ്ഥാപനത്തിന് അധികാരം ഉണ്ടായിരിക്കും. അറ്റ് ദ മിനിമം പോസിബിൾ കോസ്റ്റ് എന്താ പറയുക? സാധ്യമായ ഏറ്റവും കുറഞ്ഞ ചിലവിലൂടെ അല്ലെ. അപ്പൊ അധികം എന്താണ് ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു വലിയ രീതിയിൽ റിക്രൂട്ട്മെന്റ് ഒക്കെ നടത്തുന്ന ഒരു പ്രൊസീജിയർ ഒക്കെ ആണെങ്കിൽ അവിടെ സാലറി അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സ്റ്റാർട്ടിങ് സാലറി കാര്യങ്ങളൊക്കെ ഇങ്ങനെയായിരിക്കും. വളരെ കുറഞ്ഞ ചിലവിൽ വളരെ കുറഞ്ഞ സാലറി അല്ലേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ
അല്ലെ? എപ്പോഴും നമ്മളൊരു സ്ഥാപനത്തിലേക്ക് ആദ്യമായിട്ട് നമ്മൾ കയറ്റുമ്പോൾ ഒരുപാട് എക്സ്പീരിയൻസ് കാര്യങ്ങളുള്ളവരാണെങ്കിൽ ഓക്കെ, അല്ലാത്തവർക്കാണെങ്കിലോ എങ്ങനെയായിരിക്കും? സാലറി സ്കെയിൽ വളരെ താഴ്ത്തായിരിക്കും അല്ലെ? ഒരു ബേസ് ലെവൽ തുടങ്ങിയായിരിക്കും ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് അവരുടെ പെർഫോമൻസും കാര്യങ്ങളുടെയും അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? സാലറി ഇൻക്രിമെന്റ് ചെയ്ത് കൂട്ടി കൊടുക്കുന്നത് അല്ലെ? അതുപോലെ തന്നെ ഈ ഒരു റിക്രൂട്ട്മെന്റിന്റെ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ അറേഞ്ച്മെന്റ് ആണ് അല്ലെ? ആ ഒരു റിക്രൂട്ട്മെന്റിന് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട അറേഞ്ച്മെന്റുകൾ അവിടെ എപ്പോഴും ആ ഒരു സ്ഥാപനത്തിന്, ഒരു ബിസിനസ് സ്ഥാപനങ്ങളാണെങ്കിലും അല്ലെങ്കിൽ മറ്റേതൊരു സ്ഥാപനമാണെങ്കിലും അത് ഈ ഒരു കൃത്യമായിട്ട് ഒരു പൊതുവായിട്ടുള്ള ഒരു പ്രൊസീജിയറിലൂടെ മാത്രമേ റിക്രൂട്ട്മെന്റ് നടത്താവൂ എന്ന് യാതൊരുവിധ കാര്യങ്ങളും ഒന്നുമില്ല. ജസ്റ്റ് എന്താണ്, ഓരോ സ്ഥാപനങ്ങൾക്കും അവരുടേതായ ഇഷ്ടാനുസൃതമായ നിയമ രീതികളിലൂടെ ജീവനക്കാരെ എന്ത് ചെയ്യാം? നിയമിക്കാം. ആവശ്യമായ അളവിൽ നിയമനക്കാരെ നിയമിക്കാം. അതുപോലെ നല്ല ഗുണനിലവാരമുള്ള അല്ലെങ്കിൽ ക്വാളിറ്റിയുള്ള നല്ല യോഗ്യതയുള്ള ആളുകളെ തിരഞ്ഞെടുക്കാം. അതെങ്ങനെ അസാധ്യമായ കുറഞ്ഞ ചിലവിലൂടെ തിരഞ്ഞെടുക്കാനും ആ ഒരു സ്ഥാപനത്തിന് എന്ത് ചെയ്യാൻ സാധിക്കും? ക്ലിയർ ആണോ? റിക്രൂട്ട്മെന്റ് ഓർഗനൈസേഷൻ സ്പീഡ് കൂടുന്നുണ്ടോ? സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ മിസ്സിനെ ഒന്ന് മെസ്സേജ് ചെയ്യണം കേട്ടോ. ഇല്ല, ഓക്കെ ഓക്കെ. നോക്കിയേ, ഫോർകാസ്റ്റ് ഓഫ് മാൻ പവർ റിക്വയർമെന്റ്സ്. എന്താണ് ഒരു ഫോർകാസ്റ്റ് ചെയ്യാന്ന് പറയുന്നത്? ഫോർകാസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഫോർകാസ്റ്റ് ചെയ്യാന്ന് പറയുന്നത്? പ്രവചിക്കുക അല്ലെങ്കിൽ മുൻകൂട്ടി കാണുക എന്ന് പറയും അല്ലെ? അപ്പൊ അവിടെ മാൻ പവർ റിക്വയർമെന്റ്സ്. ഇപ്പൊ ഒരു സ്ഥാപനത്തില് ഒരുപാട് ജീവനക്കാര് എന്താണ് വേക്കൻസി വരികയാണ്, ഒരുപാട് വേക്കൻസി വരുന്നു. അപ്പൊ ആ ഒരു വേക്കൻസി ചിലപ്പോ അപ്പോഴല്ല, അതിനു മുൻപേ നമ്മൾ എന്ത് ചെയ്യണം? മുൻകൂട്ടി കാണുക അല്ലെങ്കിൽ പ്രവചിക്കുക. ഇത്ര വേക്കൻസി വരാൻ സാധ്യതയുണ്ട് അല്ലെ, അല്ലെങ്കിൽ ഇത്ര വേക്കൻസി വരാൻ പോകുന്നുണ്ട് എന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അവിടുത്തെ ആ ഒരു മാൻ പവർ അല്ലെങ്കിൽ സ്റ്റാഫുകളുടെ ഇത്ര ആളുകളെ നമുക്ക് അവിടെ ആവശ്യമുണ്ട് എന്ന കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് പല കാര്യങ്ങളും ആസൂത്രണം ചെയ്യുക. അതാണ് ഫോർകാസ്റ്റ് ഓഫ് മാൻ പവർ റിക്വയർമെന്റ്സിൽ വരുന്നത് കേട്ടോ. നോക്കി എന്തൊക്കെയായിരിക്കും അതിനുള്ളിൽ വരാന്ന്? A requisition or an intent for recruitment should be submitted by the line official. എന്ത് ചെയ്യുന്നു? ലൈൻ ഒഫീഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഡിപ്പാർട്ട്മെന്റില് അല്ലെങ്കിൽ ഓരോ ഫ്ലോറിലും ഒക്കെ ആ ഡിപ്പാർട്ട്മെന്റിനെ മാനേജ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു ഫ്ലോറിനെയൊക്കെ മാനേജ് ചെയ്യാനൊക്കെ ആയിട്ട് ഒരു വ്യക്തി ഉണ്ടാവും അല്ലെ? അവരായിരിക്കും ആ ഒരു റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവിടെ ഒരു വേക്കൻസി വന്നാൽ അത് റിക്രൂട്ട് ചെയ്യാനും അവിടെ ആ ഒരു വേക്കൻസി ബന്ധപ്പെട്ട ആളുകളെ അറിയിക്കാനും ഒക്കെ അധികാരമുള്ള ഒരു വ്യക്തി ഉണ്ടാവുമല്ലോ അല്ലെ? ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാവും. അതൊരു ഫ്ലോർ മാനേജർ ആയിരിക്കാം അല്ലെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ആയിരിക്കാം. അങ്ങനെ ഏതൊരു വ്യക്തിയെയും നമുക്ക് ഫ്ലോർ എന്താണ് ഒഫീഷ്യൽ അല്ലെങ്കിൽ ഓഫീസർ അല്ലെങ്കിൽ ഫ്ലോർ മാനേജർ അല്ലെങ്കിൽ എന്താണ് ചിലപ്പോൾ ലൈൻ മാനേജർ എന്ന് വിളിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഒഫീഷ്യൽ ഒരു ഫ്ലോറിലാണെങ്കിൽ ഒരു ഫ്ലോർ മാനേജർ ആയിരിക്കാം, അല്ലെങ്കിൽ എന്താ ഒരു ഡിപ്പാർട്ട്മെന്റിലാകുമ്പോൾ ഒരു ഹെഡ് ആയിരിക്കാം അല്ലെ? അവരായിരിക്കണം എന്ത് ചെയ്യുന്നത്? ആ ഫ്ലോറിന്റെ അല്ലെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നതും നിയമനം എന്തെങ്കിലുമൊക്കെ വേക്കൻസികൾ കാര്യങ്ങൾ വന്നാൽ അതിനെ ബന്ധപ്പെട്ട അധികാരികളുമായിട്ട് അറിയിക്കാനും അവിടെ നിയമന നടപടികൾ ചെയ്യാനൊക്കെ ബന്ധപ്പെട്ട അല്ലെങ്കിൽ അധികാരമുള്ള വ്യക്തികളെയാണ് നമ്മൾ ലൈൻ ഒഫീഷ്യൽസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ലൈൻ ഒഫീഷ്യൽ ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കാം, ഒരു ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടല്ലേ പഠിക്കുന്നത് അല്ലെ? ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഒരു വേക്കൻസി വന്നു അല്ലെ? ആ വേക്കൻസി വന്നു കഴിഞ്ഞാൽ ഈ ലൈൻ ഒഫീഷ്യൽ എന്ത് ചെയ്യണം? ആർക്കാണ് ആ വേക്കൻസി വന്നു എന്നുള്ളത് അറിയിക്കേണ്ടത്? ആരോടാ അറിയിക്കേണ്ടേ? ഒരു വേക്കൻസി വന്നു എങ്കിൽ ആരോടാണ് ഈ ലൈൻ ഒഫീഷ്യൽ അല്ലെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റിലാണെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ആണെങ്കിൽ ഹെഡ് ആരെയാണ് അറിയിക്കേണ്ടത്? ആരെയാണ് അറിയിക്കേണ്ടേ? ആരാണ് നിയമനം നടത്താൻ അധികാരമുള്ള? HR അല്ലെ? HR-മായി ബന്ധപ്പെടുക. അതുപോലെ HR-മായി ബന്ധപ്പെട്ട മാനേജ്മെന്റും എല്ലാവരും കൂടി ആലോചിച്ചുകൊണ്ട് എന്ത് ചെയ്യും? അവിടെ ആ ഒരു കൃത്യമായിട്ട് നിയമനം നടത്താനുണ്ട് അല്ലെ? അപ്പൊ ഇവിടെയും അത് തന്നെയാണ് ചെയ്യുന്നത്. ഈ ലൈൻ ഒഫീഷ്യൽ എന്ത് ചെയ്യുന്നു? എവിടെയാണോ അവരുടെ വേക്കൻസീസ് വന്നിരിക്കുന്നത്
പറയുന്നത് ഇന്ന വേക്കൻസീസ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലുണ്ട് എന്ന് പറയുന്ന കാര്യങ്ങളെ കൊണ്ട് ഒരു റിക്വസിഷൻ ഓഫ് ഇന്റന്റ് എന്ന് പറഞ്ഞ ഒരു അഭ്യർത്ഥന അല്ലെ, ഒരു അഭ്യർത്ഥന എന്ത് ചെയ്യുന്നു, റിക്രൂട്ട്മെന്റിനായിട്ട് ഒരു അഭ്യർത്ഥന ഒരു മാനേജ്മെന്റിലേക്കും HR-ലേക്കും കൊടുക്കുകയാണ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഫസ്റ്റ് പോയിന്റ്, ഒരു ലൈൻ ഒഫീഷ്യൽ എന്ന് പറയുന്ന വ്യക്തിയായിരിക്കണം എന്ത് ചെയ്യുന്നത്, ഓരോ ഫ്ലോറിലാണെങ്കിലും ഡിപ്പാർട്ട്മെന്റിലാണെങ്കിലും ഒക്കെ വ്യത്യാസം ഉണ്ടാവും അല്ലെ. അപ്പൊ അവർ എന്ത് ചെയ്യുന്നു, ആ ഒരു വേക്കൻസി, എത്ര വേക്കൻസികളാണോ വരാൻ പോകുന്നത് അല്ലെങ്കിൽ എത്ര ജീവനക്കാരെയാണോ അവർക്ക് പുതിയതായിട്ട് നിയമിക്കേണ്ടത്, അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട ഒരു അഭ്യർത്ഥന അവരെന്ത് ചെയ്യുന്നു, ആ മാനേജ്മെന്റിലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത്. First point clear അല്ലേ? Then the intents should be then checked against the post allotted to the department or branch. ഇനി ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ ആ ഒരു ബ്രാഞ്ചിൽ അലോട്ട് ചെയ്തിരിക്കുന്ന പോസ്റ്റുകൾ, അനുവദിച്ചിരിക്കുന്ന പോസ്റ്റുകള് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നവര് ചെക്ക് ചെയ്യും. ഈ ഒരു അഭ്യർത്ഥന വെച്ചത് കൊണ്ട് കാര്യമില്ല അല്ലെ. ആ അഭ്യർത്ഥനയില് അവർ പറയുന്നുണ്ടാവും ഇന്ന പോസ്റ്റുകളിലാണ് ഞങ്ങൾക്ക് വേക്കൻസി വരാൻ പോകുന്നത്, ഇത്ര സ്റ്റാഫുകൾ വേണം എന്ന രീതിയിലാണല്ലോ അവർ അഭ്യർത്ഥന വെക്കുന്നത് അല്ലെ. അപ്പൊ ആ ഒരു അഭ്യർത്ഥന എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. ഇവരെന്ത് ചെയ്യുന്നു, ചെക്ക് ചെയ്തതിന് ശേഷം കൃത്യമായിട്ടുള്ള ഒരു റിക്വസ്റ്റ് ആണോ വന്നിരിക്കുന്നത്, അതിന് ഇവര് പറയുന്ന രീതിയിലുള്ള വേക്കൻസീസും കാര്യങ്ങളും ഉണ്ടോ, ഇനി ഇത്രയും പേര് അവിടെ ആവശ്യമായിട്ട് ജീവനക്കാർ ആവശ്യമായിട്ട് വരുന്നുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ ഇവരെന്ത് ചെയ്യും, ചെക്ക് ചെയ്യും. മൂന്നാമതായിട്ട് ഇഫ് ദ ഇന്റന്റ് ആർ ഫൗണ്ട് കറക്റ്റ്, ഇനി പറയുന്ന അഭ്യർത്ഥന ശരിയാണ് എന്നിവർക്ക് മനസ്സിലായാൽ the proposed requirements are authorized and the initial pay, the scale and the other admissible allowances are decided. ഇനി എന്ത് ചെയ്യുന്നു, ഈ ഒരു ഇന്റന്റ് അല്ലെങ്കിൽ അവർ കൊടുത്തിരിക്കുന്ന അഭ്യർത്ഥന ശരിയാണ് എന്നവർക്ക് മനസ്സിലായി, മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് അവർക്ക് എല്ലാവർക്കും ഈ ഒരു റിക്വസ്റ്റ് ശരിയാണ്, അവർക്ക് ഇത്രയും സ്റ്റാഫുകളെ ആവശ്യമുണ്ട്, അത്രയും വേക്കൻസി ഇനി അവിടെ വരാൻ പോകുന്നുണ്ട് എന്നൊക്കെ മനസ്സിലായി കഴിഞ്ഞാൽ പിന്നീട് അവർ ചെയ്യുന്നത് എന്താണ്, ആ അനുവദിച്ചത് അല്ലെങ്കിൽ ആ പ്രപ്പോസ്ഡ് ആയിട്ടുള്ള റിക്വയർമെന്റ്സ് എന്ത് ചെയ്യുന്ന അതിന്റെ ആവശ്യകതകൾ എന്ത് ചെയ്യുന്നു, അവര് അനുവാദം നൽകുന്നു. അനുവാദം നൽകുക എന്ന് പറഞ്ഞാൽ ആ റിക്രൂട്ട്മെന്റ് നടത്താനുള്ള അനുവാദം നൽകുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഇനിഷ്യൽ പേ, ഇനി എന്ത് ചെയ്യുന്നു, അനുവാദം നൽകിയ മാത്രം പോരാ, ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത് അവരോട് അവരുടെ സാലറി സ്കെയിലും പാക്കേജും കാര്യങ്ങളൊക്കെ പറയണം അല്ലെ. അതിനു വേണ്ടിയിട്ടുള്ള അവരുടെ പ്രാരംഭ ശമ്പളം ഇത്രയായിരിക്കും, സ്റ്റാർട്ടിംഗ് സാലറി ഇത്രയായിരിക്കും നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുപോലെ മറ്റെന്തെങ്കിലും PF-ഓ കാര്യങ്ങളോ മറ്റെന്തെങ്കിലും ഇയർലി അലവൻസ് ബോണസോ അങ്ങനെയുള്ള എന്തെങ്കിലും ഇയർലി അലവൻസുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ എന്ന കാര്യങ്ങളെ കുറിച്ചെല്ലാം എന്ത് ചെയ്യും, തീരുമാനമെടുക്കുന്നു. And in the end, the job specification and man specifications are decided in consultation with the line managers. ഇനി എന്ത് ചെയ്യുന്നു, അടുത്തതായിട്ട് അവർ പറയാൻ പോകുന്നത് ഈ ലൈൻ മാനേജേഴ്സ് അല്ലെങ്കിൽ ആ ഒരു ഒഫീഷ്യൽസ് അല്ലെ, അവരെന്ത് ചെയ്യുന്നു, ആ ഒരു കൺസൾട്ട് വിത്ത് സ്പെസിഫിക്കേഷൻസ് എന്താ ഈ ഒരു മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് ഈ ലൈൻ മാനേജേഴ്സുമായിട്ട് കൂടിയാലോചിച്ചുകൊണ്ട് ഇവരുടെ ജോലി ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഏതൊക്കെ ജോലിക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്, അതില് ആ ജോലിയുടെ പ്രത്യേകതകൾ എന്താണ് അല്ലെ. ഓരോ ജോലിക്കും അതിൻ്റെതായ പ്രത്യേകതകളും കാര്യങ്ങളും ഉണ്ടാവുമല്ലോ അല്ലെ. ആ ഒരു ജോലിയുടെ പ്രത്യേകത എന്താണ്, ഇപ്പൊ വേക്കൻസി വന്നിരിക്കുന്ന ജോലിയുടെയാണ് കേട്ടോ, വേക്കൻസി വന്നിരിക്കുന്ന ജോലികളുടെ പ്രത്യേകതകൾ എന്താണ്. ആൻഡ് സ്പെസിഫിക്കേഷൻ, അപ്പൊ ഓരോ ജോലിക്കും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. അപ്പൊ അതിലേക്ക് നിയമിക്കുന്ന ആളുകൾക്കും അത് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം അല്ലെ. അപ്പൊ അവിടെ മാൻ സ്പെസിഫിക്കേഷൻസ് ഉദ്ദേശിക്കുന്നത് ആ ജോലിയിലേക്ക് ആ ജോലി ചെയ്യാനായിട്ട് കഴിവുള്ള അല്ലെങ്കിൽ പ്രത്യേകതകളുള്ള ആളുകൾ എങ്ങനെയുള്ളവരായിരിക്കണം അല്ലെ, എങ്ങനെയുള്ള ആളുകൾക്കാണ് ഈ ജോലി ചെയ്യാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ ക്വാളിഫിക്കേഷൻസ് ഇവർക്ക് വേണം, എന്തൊക്കെ സ്കിൽസ് ഇവർക്ക് വേണം എന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ആ ലൈൻ മാനേജറുമായി ഈ മാനേജ്മെന്റ് ചേർന്ന് എന്ത് ചെയ്യുന്നു, ഒന്ന് കൺസൾട്ട് ചെയ്തുകൊണ്ട് കൂടിയാലോചിച്ച് തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്തിനാണ് തീരുമാനിക്കുന്നത്, റിക്രൂട്ട്മെന്റ് പ്രോസസ്സിന് ഒരുപാട് ആപ്ലിക്കേഷൻസ് വരും, അതിൽ നിന്നും ആ ജോലിക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ജോലിക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള യോഗ്യതയുള്ള പ്രത്യേകതകളുള്ള ആളുകളെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവരിത് തീരുമാനിക്കുന്നത്. നോക്കിയേ, ഫോർകാസ്റ്റ് ഓഫ് മാൻ പവർ റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ജോലിയുടെ ആവശ്യകതകൾ വരുന്നുണ്ടെങ്കിൽ അതിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനുള്ള അറേഞ്ച്മെന്റുകൾ ചെയ്യുന്നതാണ്. അപ്പൊ അതിലെന്താ ഫസ്റ്റ് പറഞ്ഞത്, ലൈൻ ഓഫീഷ്യൽസ് അല്ലെങ്കിൽ ലൈൻ മാനേജേഴ്സ് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ആ റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു വേക്കൻസി വന്നാൽ അത് റിക്രൂട്ട്മെന്റ് നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു അഭ്യർത്ഥന എന്ത് ചെയ്യുന്നു, മാനേജ്മെന്റിലേക്ക് വെക്കുന്നു. അതിനുശേഷം അവർ എന്ത് ചെയ്യുന്നു, ആ മാനേജ്മെന്റ് ഈ പറയുന്ന അഭ്യർത്ഥന ശരിയാണോ
ഉണ്ടോ, അവര് പറയുന്ന പോലെ ആ ഡിപ്പാർട്ട്മെന്റിൽ ഇത്രയും വേക്കൻസീസ് വരുന്നുണ്ടോ എന്ന കാര്യങ്ങളെ കുറിച്ച് ചെക്ക് ചെയ്ത് ഈ റിക്വസ്റ്റ് അല്ലെങ്കിൽ ഈ അഭ്യർത്ഥന കൃത്യമാണ്, ശരിയാണ് എന്ന് മനസ്സിലായാൽ ഉടനെ അടുത്തത് എന്ത് ചെയ്യുന്നു, ആ ഒരു റിക്രൂട്ട്മെന്റ് നടത്താനുള്ള അനുവാദം നൽകുകയാണ് ചെയ്യുന്നത്. അനുവാദം നൽകുന്നതോടൊപ്പം അവരുടെ ഇനിഷ്യൽ പേ അല്ലെ, പ്രാരംഭ ശമ്പളം എത്രയാണ്, അതുപോലെ തന്നെ അവരുടെ മറ്റെന്തെങ്കിലും PF എന്താണ് മറ്റെന്തെങ്കിലും അലവൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ, ഇയർലി അലവൻസുകളോ ബോണസുകളോ കാര്യങ്ങളോ ഒക്കെ അവർക്ക് കൊടുക്കാൻ പോകുന്നുണ്ടോ എന്ന കാര്യങ്ങളെ കുറിച്ചുള്ള തീരുമാനവും എടുക്കുന്നുണ്ട്. ഇനി അവസാനം എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ഓരോ ജോലിയുടെയും പ്രത്യേകതകൾ എന്താണ്, അതിനനുസരിച്ച് അവിടെ ജീവനക്കാരായി വരുന്നവർക്ക് എന്തൊക്കെ പ്രത്യേകതകൾ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ എങ്ങനെയുള്ള ക്വാളിഫിക്കേഷൻസ് ഉള്ളവരാണ് ആ ജോലിയിലേക്ക് വരേണ്ടത് എന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ഈ ലൈൻ മാനേജർ, കാരണം അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്കായിരിക്കും അതിനെ കുറിച്ച് കൂടുതൽ അറിയാവുന്ന ആളുകൾ അല്ലെ, അപ്പൊ അതിനോട് തന്നെ ആ ലൈൻ മാനേജറുമായിട്ട് കൂടിയാലോചിച്ചുകൊണ്ടായിരിക്കും ഈ പറയുന്ന സ്പെസിഫിക് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത്. ക്ലിയർ ആയോ? ഫോർകാസ്റ്റ് ഓഫ് മാൻ പവർ റിക്വയർമെന്റ്സ് ക്ലിയർ ആണോ? ഒന്ന് റിപ്ലൈ ചെയ്യോ കേട്ടോ, എന്നാലേ മിസ്സിന് മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ കിട്ടുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് മനസ്സിലാവുള്ളൂ കേട്ടോ. ലൈൻ മാനേജറും ലൈൻ ഒഫീഷ്യൽസ് എന്ന് പറഞ്ഞാലും സെയിം തന്നെ. ആ ഒരു മാനേജർ ആയിരിക്കും അല്ലെ, ഇപ്പൊ ഒരു ഫ്ലോറിലാണെങ്കിൽ ആ ഒരു ഫ്ലോർ മാനേജർ അല്ലെ, ആ ഒരു നിലവില് അവിടെ ജോലിയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ എന്താ ആക്റ്റീവായിട്ട് നിൽക്കുന്ന അവിടെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാനായിട്ട് കഴിവുള്ള ഒരു വ്യക്തി എന്താണ് ഉദ്ദേശിക്കുന്നത്, ലൈൻ ഒഫീഷ്യൽ അല്ലെങ്കിൽ അവിടെ ലൈൻ മാനേജർ എന്ന് നമുക്ക് പറയാം. ഇപ്പൊ ഒരു ബ്രാഞ്ചിലാണെങ്കിൽ ഒരു മാനേജർ ആയിരിക്കും, ഒരു ഡിപ്പാർട്ട്മെന്റിലാകുമ്പോൾ മാനേജർ അല്ലെങ്കിൽ ഹെഡ് ആയിരിക്കും അല്ലെ. അത് ആ ഒരു ലൈൻ മാനേജർ അല്ലെങ്കിൽ ലൈൻ ഒഫീഷ്യൽ എന്ന് പറയുന്നത് ആ ഒരു ജനറൽ ആയിട്ട് പറയുന്നത് കൊണ്ടാണ് കേട്ടോ. ഓക്കെ ആണോ? ഫോർകാസ്റ്റ് ഓഫ് മാൻ പവർ റിക്വയർമെന്റ്സ് ക്ലിയർ അല്ലേ? ആ മൂന്നെണ്ണത്തിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഡെവലപ്മെന്റ് ഓഫ് സോഴ്സസ് ഓഫ് റിക്വയർമെന്റ്. ഇനി എന്തൊക്കെയാണ് ഈ റിക്രൂട്ട്മെന്റിന്റെ സോഴ്സസ് അല്ലെങ്കിൽ ഉറവിടങ്ങൾ എങ്ങനെയാണ് വികസിപ്പിക്കുന്നത്? ഡെവലപ്മെന്റ് ഓഫ് സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ്, ആ റിക്രൂട്ട്മെന്റിന്റെ ഉറവിടങ്ങളുടെ വികസനം എങ്ങനെയാണ്? സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ, നമുക്ക് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യമാണ്. റിക്രൂട്ട്മെന്റിന്റെ സോഴ്സസ് അല്ലെങ്കിൽ ഉറവിടങ്ങൾ രണ്ടെണ്ണമാണ്. അത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, നമ്മളത് രണ്ടും പഠിച്ചു വെക്കുക. റിക്രൂട്ട്മെന്റിന്റെ സോഴ്സസ് ഏതൊക്കെയാണ് എന്ന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ രണ്ട് സോഴ്സ് ആണുള്ളത്, ഇന്റേണൽ സോഴ്സസും എക്സ്റ്റേണൽ സോഴ്സസും. അതിൽ ഇന്റേണൽ സോഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ, ഇന്റേണൽ എന്ന് പറഞ്ഞാൽ ആ പേരിൽ നിന്ന് തന്നെ അറിയാലോ റിക്രൂട്ട്മെന്റ് നടത്തുന്നത് എവിടെ നിന്നായിരിക്കും. നിങ്ങളത് കണക്ട് ചെയ്ത് വെച്ച് പഠിച്ചാൽ മതി, എല്ലാം വലുതായിട്ടൊന്നും ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തൊന്ന് മനസ്സിലാക്കി വെച്ച് പഠിച്ചേ. ഇന്റേണൽ റിക്രൂട്ട്മെന്റ് എന്ന് പറയുമ്പോൾ അവിടെ എവിടെ നിന്നായിരിക്കും റിക്രൂട്ട് ചെയ്യുന്നത്? ഇൻസൈഡ്, അതെ, വെരി ഗുഡ്. എന്താണ്? വിത്തിൻ ദ ഓർഗനൈസേഷൻ അല്ലെ, ആ ഒരു ഓർഗനൈസേഷന്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് നമ്മൾ റിക്രൂട്ട്മെന്റ് നടത്തുന്നത് അല്ലെ. അപ്പൊ എക്സ്റ്റേണൽ എന്ന് പറയുമ്പോഴോ ഏതായിരിക്കും എക്സ്റ്റേണൽ സോഴ്സ് എന്ന് പറയുമ്പോ? പുറത്തു നിന്ന് അല്ലെ, ആ ഒരു സ്ഥാപനത്തിന്റെ പുറത്തു നിന്നുള്ള ആളുകളെ നമ്മൾ റിക്രൂട്ട് ചെയ്തെടുക്കുന്നു, ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇന്റേണൽ സോഴ്സസ് എന്താന്ന് നോക്കി, ദീസ് കൺസിസ്റ്റ് ഓഫ് പേഴ്സണൽ ഹു ആർ ഓൾറെഡി ഓൺ ദ പേറോൾ ഓഫ് ആൻ ഓർഗനൈസേഷൻ, ദാറ്റ് ഈസ് ഇറ്റ്സ് പ്രസന്റ് വർക്കിംഗ് ഫോഴ്സ്. ഇവിടെ എന്താ പറയുന്നത്? എന്താണ് ഒരു പേറോൾ എന്ന് പറഞ്ഞാല്? എന്താണ് ഒരു പേറോള്? ഇവിടെ ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന ആളുകളുണ്ടോ? പേറോൾ എന്താണെന്നറിയാമോ? എന്താണ് ഒരു പേറോള്? അറിയില്ല. ഓക്കെ, ഇത്രേ ഉള്ളൂ. പേറോൾ എന്ന് പറഞ്ഞാല് നമ്മുടെ ഹോസ്പിറ്റലിലാണെങ്കിലും ഏതൊരു സ്ഥാപനത്തിലാണെങ്കിലും അവിടെ ഒരുപാട് എംപ്ലോയീസ് ഉണ്ടാവും അല്ലെ. ഒരു ജീവനക്കാരായിരിക്കില്ലല്ലോ, ഒരുപാട് എംപ്ലോയീസ് ഉണ്ടാവും അല്ലെ. അപ്പൊ ഒരുപാട് എംപ്ലോയീസ് ഉണ്ടാവും. ആ എംപ്ലോയീസിന്റെ ഒക്കെ ഒരു ലിസ്റ്റ് ആണ് പേറോൾ എന്ന് പറയുന്നത്. അതായത് ആ ഒരു ലിസ്റ്റില് എംപ്ലോയീസിന്റെ ലിസ്റ്റ് ഉണ്ടാവും, അതിൽ അവർ എത്ര അവേഴ്സ് വർക്ക് ചെയ്തു, ഇനി എത്രയാണ് അവരുടെ പേ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, കാൽക്കുലേഷൻസ് ഉണ്ടാവും. അതുപോലെ അവർക്ക് എന്തെങ്കിലും ബെനിഫിറ്റുകൾ കിട്ടുന്നുണ്ടെങ്കിൽ അതുണ്ടാവും. അതുപോലെ എന്തെങ്കിലും ഓവർ ടൈമിംഗ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള അവരുടെ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ശമ്പളം നൽകുന്ന ഒരു
പ്രക്രിയയാണ് പേറോൾ എന്ന് പറയുന്നത്. ശമ്പളം നൽകുന്ന പ്രക്രിയ. അതിൽ അവരുടെ സാലറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാവും. കാരണം അവിടെ എന്താ, അവരവിടെ നിലവിൽ വർക്ക് ചെയ്യുന്ന ആളുകളല്ലേ, അല്ലെ? നിലവിൽ ആ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആ പേറോളിൽ ഉൾപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ശമ്പള പ്രക്രിയയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ നോക്കി, ഇന്റേണൽ സോഴ്സസ് ദീസ് കൺസിസ്റ്റ് ഓഫ്. ഇന്റേണൽ സോഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എപ്പോഴും മനസ്സിലേക്ക് വരേണ്ടത് ആ ഒരു സ്ഥാപനത്തിന്, ആ ഒരു ഓർഗനൈസേഷന് ഉള്ളിൽ നിന്ന് തന്നെയാണ്, അല്ലെ? കൺസിസ്റ്റ് ഓഫ് പേഴ്സണൽ ഹു ആർ ഓൾറെഡി ഓൺ ദ പേറോൾ ഓഫ് ആൻ ഓർഗനൈസേഷൻ. ആ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു സംഘടനയില് നിലവില് ശമ്പളം നൽകുന്ന പ്രക്രിയയിൽ ഉൾപ്പെട്ടിട്ടുള്ള ജീവനക്കാരിൽ നിന്നാണ് നമ്മളിവിടെ നിയമനം നടക്കുന്നത്. ഇറ്റ്സ് പ്രസന്റ് വർക്കിംഗ് ഫോഴ്സ്. നിലവിൽ ഇപ്പോ വർക്ക് ചെയ്യുന്ന ജീവനക്കാരിൽ തന്നെയാണ് നമ്മൾ അവരെ തിരഞ്ഞെടുക്കുന്നത്. എനി ഈസ് റിപ്പോർട്ട്. അപ്പൊ എന്തെങ്കിലും അപ്പൊ ഇങ്ങനെ ഒരു പതിനൊന്നിരിക്കാതെ അപ്പൊ എന്തെങ്കിലും ഒരു വേക്കൻസി റിപ്പോർട്ട് ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പൊ അവർ എന്ത് ചെയ്യും? somebody from within the organization will be upgraded, transferred, promoted or something demoted. ഇനി എന്ത് ചെയ്യുന്നു? എന്തെങ്കിലും ഒരു വേക്കൻസിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാര്യം റിപ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ ചിലവർ എന്ത് ചെയ്യുന്നുണ്ട്? somebody from within the organization, ആ ഒരു സ്ഥാപനത്തിന്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന ആളുകളിൽ തന്നെ will be upgrade ചെയ്യുന്നു, അല്ലെ? കേട്ടിട്ടില്ലേ? പ്രൊമോഷൻ കിട്ടി, ട്രാൻസ്ഫർ ആയി എന്നൊക്കെ ആളുകൾ പറയുന്നേ കേട്ടിട്ടില്ലേ? എന്തെങ്കിലും ഓഫീസുകളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗവൺമെന്റ് ജോലികളിലോ ഒക്കെ ഇരിക്കുന്ന ആളുകൾ, അല്ലെ? അത് തന്നെ അവിടെ എന്താ വിൽ ബി അപ്ഗ്രേഡ്. ചില ആളുകൾ എന്ത് ചെയ്യുന്നു? ഡിമോട്ട് ചെയ്യാൻ പറയാണ്. മിസ് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്ഗ്രേഡ് ചെയ്യുന്നത് അവർ കുറച്ചുകൂടി ഉയർന്ന സ്ഥാനത്തേക്ക് അവരെ മാറ്റുക. ട്രാൻസ്ഫർ ചെയ്യാന്ന് പറയുന്നത് ഇപ്പൊ ഒരു ബ്രാഞ്ചിൽ നിന്ന് മറ്റൊരു ബ്രാഞ്ചിലേക്ക് ചിലപ്പോൾ എന്ത് ചെയ്യുന്നു? ആ ഒരു ബ്രാഞ്ചിൽ ചിലപ്പോൾ ഈ ഒരു ബ്രാഞ്ചിൽ അവർക്ക് നല്ല എക്സ്പീരിയൻസ്, അതെ, എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുന്നു? മറ്റൊരു ബ്രാഞ്ചിൽ പുതിയതായിട്ട് തുടങ്ങുന്ന ഒരു ബ്രാഞ്ച് ആണെന്ന് വിചാരിക്കുക. ആ ഒരു ബ്രാഞ്ചിൽ ചിലപ്പോ ഈ പറയുന്ന വേക്കൻസി നല്ല രീതിയിൽ ചെയ്യാനായിട്ടുള്ള ഒരാളില്ലെങ്കിൽ ഈ ആളെ ഇവിടെ ഈ ബ്രാഞ്ചിൽ നിന്ന് അടുത്ത ബ്രാഞ്ചിലേക്ക് എന്ത് ചെയ്യും? ട്രാൻസ്ഫർ ചെയ്ത് അങ്ങോട്ട് മാറ്റും, അല്ലെ? ആൻഡ് പ്രൊമോട്ട് ചെയ്യാന്ന് പറഞ്ഞ എന്താ? സ്ഥാനക്കയറ്റം കൊടുത്ത്, അല്ലെ? ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് സ്ഥാനക്കയറ്റം കൊടുത്ത് എന്ത് ചെയ്യുക? മാറ്റുക. ആൻഡ് സംടൈംസ് ഡിമോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ സ്ഥാനം ഇറക്കാം. എന്തുകൊണ്ടായിരിക്കും സ്ഥാനം ഇറങ്ങി പോകുന്നത്? സ്ഥാനമിറക്കം അല്ലെങ്കിൽ ഡിമോട്ട് ചെയ്യുക. പ്രൊമോട്ട് ചെയ്യുക, ഡിമോട്ട് ചെയ്യുക, നേരെ ഓപ്പോസിറ്റ്. എന്തായിരിക്കും? എന്തുകൊണ്ടായിരിക്കാം അവരെ ഡിമോട്ട് ചെയ്യുന്നത്? പെർഫോമൻസ് പൂവർ ആയതുകൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പണിഷ്മെന്റിന്റെ ഭാഗമായിട്ട്, അല്ലെ? അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഇതെല്ലാം ഇന്റേണൽ സോഴ്സിൽ വരുന്നത്, അല്ലെ? ബ്ലാക്ക് മാർക്ക് വരുന്നത് കൊണ്ട് എല്ലാം കൊണ്ടാണ്, അല്ലെ? ഇവിടെ ഇന്റേണൽ സോഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്രയും മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. ആ ഒരു സ്ഥാപനത്തിലെ നിലവിൽ വർക്ക് ചെയ്യുന്ന ജീവനക്കാരിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്യുന്നു. ചിലപ്പോ ആളുകൾ എന്ത് ചെയ്യും? അപ്ഗ്രേഡ് ചെയ്യും, ഉയർന്ന സ്ഥാനത്തേക്ക് മാറ്റാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാം, അല്ലെങ്കിൽ എന്താണ്? സ്ഥാനക്കയറ്റം കൊടുക്കാം, അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസിനനുസരിച്ച് അവരെ ഡിമോട്ട് ചെയ്യാം, സ്ഥാന ഇറക്കം നടത്താം. ക്ലിയർ അല്ലേ? ഇന്റേണൽ സോഴ്സ് റിപ്ലൈ ചെയ്തേ. ക്ലിയർ ആണോ? ഇന്ന് മനസ്സിലാവാത്തത് കൊണ്ടാണ് നിങ്ങളോടൊന്ന് എന്ത് ചെയ്യണം? റിപ്ലൈ ചെയ്യാൻ പറയുന്നത് കേട്ടോ. ഓക്കെ, എക്സ്റ്റേണൽ സോഴ്സ്. ഇനി അടുത്തതാണ് എക്സ്റ്റേണൽ സോഴ്സ്. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്, അല്ലെ? എക്സ്റ്റേണൽ സോഴ്സ് എന്ന് പറയുമ്പോൾ എന്താ? ദീസ് സോഴ്സസ് വിച്ച് ലൈക്ക് കൺസിസ്റ്റ് ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷൻ. ആ ഒരു സ്ഥാപനത്തിന്റെ പുറത്തു നിന്ന്, അല്ലെ? ആ ഒരു സ്ഥാപനത്തില് വർക്ക് ചെയ്യുന്നവരല്ല, അല്ലാത്ത പുറത്തു നിന്നുള്ള ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന രീതിയാണ് എക്സ്റ്റേണൽ സോഴ്സിൽ വരുന്നത്. അതിന് എക്സാമ്പിൾ ഏതൊക്കെയാ? ന്യൂ എൻട്രൻസ് ടു ദ ലേബർ ഫോഴ്സ്. തൊഴിൽ സേനയിലേക്കുള്ള പുതിയതായിട്ടുള്ള പ്രവേശനം നേടിയിട്ടുള്ള ആളുകൾ, അല്ലെ? ന്യൂ എൻട്രൻസ് ടു ദ ലേബർ ഫോഴ്സ്. ആ ഒരു പോയിന്റ് നിങ്ങൾ നോക്കിയാൽ മതി, ഇതെല്ലാം മനസ്സിലാവും. എന്താ? തൊഴിൽ സേനയില് പുതിയതായിട്ട് അല്ലെങ്കിൽ ആ ഒരു നിലവിൽ വർക്ക് ചെയ്യുന്നവരിലേക്ക് പുതിയതായിട്ട് ജോയിൻ ചെയ്യാൻ വരുന്ന, പ്രവേശിക്കുന്ന ആളുകളായിരിക്കും. എങ്ങനെയുള്ളവരായിരിക്കും അത്? പുതിയതായിട്ട് വരുമ്പോൾ നമ്മൾ ഫ്രഷ് എന്നുള്ള വേർഡ് ഉപയോഗിക്കും, അല്ലെ? അങ്ങനെ ഇല്ലേ? നമ്മൾ പുതിയതായിട്ട് പഠിച്ചിറങ്ങിയ ഉടനെ നമ്മൾ ജോലിക്ക് കയറുമ്പോൾ നമ്മൾ എന്താ വിളിക്കുക? ഫ്രഷർ എന്നല്ലേ വിളിക്കുന്നത്, അല്ലെ? ഫ്രഷേഴ്സ് ആണോ എന്ന് ചോദിക്കാറില്ലേ? അതെ, അതേപോലെയുള്ള ആളുകൾ തന്നെയാണ്. നോക്കിയേ, യങ് ആയിരിക്കും, അവർ വളരെ ചെറുപ്പമായിരിക്കും, അല്ലെ? വളരെ ചെറുപ്പക്കാരായിരിക്കും അല്ലെങ്കിൽ യുവാക്കളായിരിക്കും.
ആയിരിക്കും. ആൻഡ് മോസ്റ്റ്ലി ഇൻഎക്സ്പീരിയൻസ്ഡ് ആൻഡ് പൊട്ടൻഷ്യൽ എംപ്ലോയീസ് ഇൻ ദ കോളേജ് സ്റ്റുഡൻസ്. എങ്ങനെയായിരിക്കും? അവർക്ക് വലിയ രീതിയിലുള്ള അനുഭവ പരിചയങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കില്ല. ആൻഡ് പൊട്ടൻഷ്യൽ എംപ്ലോയീസ് എന്നാൽ കഴിവുള്ള വ്യക്തികളായിരിക്കും. കോളേജ് സ്റ്റുഡൻസ് മുതലായിട്ടുള്ള ആളുകളായിരിക്കും ന്യൂ എൻട്രൻസ് ടു ദ ലേബർ ഫോഴ്സ് എന്ന് പറയുന്ന വിഭാഗം. ക്ലിയറായോ? അവർ തൊഴിൽ സേനയിലേക്ക് പുതുതായി പ്രവേശിക്കുന്ന ആളുകളാണ്. അവരെപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള ആളുകളായിരിക്കും. കോളേജ് സ്റ്റുഡൻസ് കഴിവുള്ളവരായിരിക്കും. പക്ഷെ കോളേജ് സ്റ്റുഡൻസ് ഇപ്പൊ ജസ്റ്റ് കോളേജിൽ നിന്ന് പാസ് ഔട്ട് ആയവരായിരിക്കും അല്ലെ. അതുപോലെ എക്സ്പീരിയൻസ് ഒന്നും കാര്യം ഒന്നും ഉണ്ടാവില്ല. അനുഭവ പരിചയം ഒന്നും ഇല്ലാത്ത യങ് ആയിട്ടുള്ള വളരെ യുവാക്കളായിട്ടുള്ള എന്താ വളരെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളാണ് ന്യൂ എൻട്രൻസ് ടു ദ ലേബർ ഫോഴ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ വിഭാഗം ദ അൺഎംപ്ലോയിഡ് വിത്ത് എ വൈഡ് റേഞ്ച് ഓഫ് സ്കിൽസ് ആൻഡ് എബിലിറ്റീസ്. എന്താ? തൊഴിൽ രഹിതർ അല്ലെ. നമ്മുടെ നാട്ടിൽ ഒരുപാട് തൊഴിൽ രഹിതരില്ലേ അല്ലെ. നല്ല കഴിവും നോളജും എന്താ സ്കില്ലും ഒക്കെ ഉള്ളവരായിരിക്കും. പക്ഷെ അവർക്ക് എന്തില്ല? ജോലിയില്ലാതെ ഇരിക്കുന്ന ആളുകൾ ഉണ്ടാവും അല്ലെ. അതാണ് തൊഴിൽ രഹിതർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അൺഎംപ്ലോയിഡ് അവർക്ക് നല്ല സ്കിൽസ് എബിലിറ്റി നല്ല കഴിവുകള് നല്ല രീതിയിലുള്ള തൊഴിലുമായി ബന്ധപ്പെട്ട നൈപുണ്യം അല്ലെങ്കിൽ വൈവിധ്യം ഒക്കെ ഉണ്ടാവും. എന്നാൽ പോലും അവർക്ക് എന്താണ്? ജോലിയില്ലാതെ തൊഴിൽ രഹിതരായിട്ട് ഇരിക്കുന്നവര്. മൂന്നാമതായിട്ട് പറയുന്നത് റിട്ടയർഡ് എക്സ്പീരിയൻസ്ഡ് പേഴ്സൺസ്. റിട്ടയർഡ് എക്സ്പീരിയൻസ്ഡ് പേഴ്സൺസ് എന്ന് പറഞ്ഞാൽ എന്താ? വിരമിച്ച എന്തെങ്കിലും ജോലിയിൽ നിന്നൊക്കെ വിരമിച്ച പരിചയസമ്പന്നരായിട്ടുള്ള ആളുകള് അല്ലെ. നമ്മളിപ്പോ എന്താണ് കണ്ടിട്ടുണ്ടാവോ നിങ്ങള്? റിട്ടയർഡ് ആയിട്ടുള്ള ജീവനക്കാര് വർക്ക് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ അല്ലെ. അവരെന്താ പറയുന്നത്? ജസ്റ്റ് നമ്പർ ആണെന്ന് പറയും അല്ലെ. ഒരുപാട് ജോലിക്കാര് വർക്ക് ചെയ്യുന്നുണ്ട്. റിട്ടയർമെന്റ് കഴിഞ്ഞിട്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട്? പല സ്ഥാപനങ്ങളിലും ജോലി ചെയ്യാനായിട്ട് പോകുന്നുണ്ട് അല്ലെ. അവർ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പരിചയസമ്പന്നരായിട്ടുള്ള ആളുകളായിരിക്കും. പക്ഷെ അവരെന്തായാലും ജോലിയിൽ നിന്ന് വിരമിച്ചവരായിരിക്കാം. അല്ലെങ്കിൽ ഓർ മറ്റ് അതേഴ്സ് അല്ലെ. അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ. എപ്പോഴും എക്സ്റ്റേണൽ സോഴ്സ് എന്ന് പറയുമ്പോൾ ആ സ്ഥാപനത്തിൽ നിലവിൽ വർക്ക് ചെയ്യുന്നവരെ കൂടാതെ വർക്ക് ചെയ്യുന്നവരല്ല. അത് ഇന്റേണൽ സോഴ്സിൽ വരും അല്ലെ. എക്സ്റ്റേണൽ സോഴ്സ് ആകുമ്പോൾ ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നവരല്ലാത്ത പുറത്തു നിന്ന് അല്ലെ. അതെ, പല രീതിയിൽ പോകുന്നുണ്ട് അല്ലെ. പല പല സ്ഥലങ്ങളിൽ നമുക്ക് അവരെ കാണാൻ പറ്റും. നോക്കി, പുറത്തു നിന്നുള്ള എന്താണ് സോഴ്സിൽ നിന്ന് എടുക്കുന്ന റിക്രൂട്ട്മെന്റ് അല്ലെങ്കിൽ നിയമനം നടത്തുന്നതിനെയാണ് എക്സ്റ്റേണൽ സോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ആ ഒരു എക്സാമ്പിളുകളും പറഞ്ഞിട്ടുണ്ട്. ആ രണ്ടെണ്ണം ഇന്റേണൽ സോഴ്സും എക്സ്റ്റേണൽ സോഴ്സും ഇമ്പോർട്ടന്റ് ആണ്. അതിന് എങ്ങനെയാണ് അവിടെ സോഴ്സസ് എന്താണ് അതിന്റെ ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലാക്കി പഠിച്ചു വെച്ചേക്കാം കേട്ടോ. വായിച്ച് മനസ്സിലാക്കിയാൽ മതി. ഒരിക്കലും നിങ്ങൾ ബൈഹാർട്ട് ചെയ്യണമെന്ന് വെച്ച് പറയില്ല. ജസ്റ്റ് നിങ്ങൾ അതൊന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അത് അല്ലെ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെ ജസ്റ്റ് പറയുമ്പോ തന്നെ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഓൾറെഡി എല്ലാ കാര്യങ്ങളും അറിയാവുന്ന കാര്യങ്ങളാണ്. ജസ്റ്റ് ഇതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം കേട്ടോ. അപ്പൊ ഒരു 4 എണ്ണവും മനസ്സിലായല്ലോ. പുതിയതായിട്ട് പ്രവേശിക്കുന്നവരാവാം, അല്ലെങ്കിൽ തൊഴിൽ രഹിതരായിട്ടുള്ളവരാവാം, അല്ലെങ്കിൽ റിട്ടയർഡ് ആയിട്ടുള്ളവരാവാം, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്നതിനെയാണ് എക്സ്റ്റേണൽ സോഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? രണ്ടെണ്ണവും ഓക്കെ. നെക്സ്റ്റ് വരുന്നത് മെത്തേഡ്സ് ഓഫ് ടെക്നിക്സ് ഓഫ് റിക്രൂട്ട്മെന്റ്. റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട മെത്തേഡ്സ്, രീതികൾ അല്ലെങ്കിൽ സാങ്കേതികതകൾ എങ്ങനെയാണ്? ഇപ്പൊ നേരിട്ട് ചിലപ്പോൾ റിക്രൂട്ട്മെന്റ് നടത്തുന്ന രീതിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതില് 2-3 രീതികളാണ് പ്രധാനമായിട്ടും നിങ്ങൾക്ക് നോക്കണം കേട്ടോ. ഫസ്റ്റ് വണ്ണാണ് ഡയറക്റ്റ് മെത്തേഡ്, നേരിട്ട് നിയമനം നടത്തുന്ന രീതി. രണ്ടാമത്തത് ഇൻഡയറക്റ്റ് മെത്തേഡ്, എങ്ങനെയായിരിക്കും? പരോക്ഷമായിട്ട് അല്ലെ നിയമനം നടത്തുന്ന രീതി. തേർഡ് പാർട്ടി മെത്തേഡ്സ് എന്ന് വെച്ചാൽ എന്താ? ഒരു 3-ാം കക്ഷിയിലൂടെ നമ്മൾ നിയമനം നടത്തുന്ന രീതി. ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ജസ്റ്റ് മിസ് അത് പറയുന്നതിന് മുമ്പ് ഒന്ന് ജസ്റ്റ് പറഞ്ഞുതരാം. നമ്മുടെ ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്തിൽ അവിടെ എന്ത് വരാറുണ്ട്? ക്യാമ്പസ് സെലക്ഷൻസ് വരുന്നത് കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്താണ് എവിടെയെങ്കിലും ഒക്കെ പൊതുവായിട്ടുള്ള പബ്ലിക് ഇടങ്ങളില് തൊഴിൽ മേളകൾ നടക്കുന്നത് കണ്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലേ? കണ്ടിട്ടില്ലെങ്കിലും കേട്ടിട്ടില്ലേ നിങ്ങള്? അത് തന്നെയാണ് നമ്മുടെ ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. കാരണം എന്താ? അവിടെ എങ്ങനെയായിരിക്കും? ജോബ് ഫെയർസ്, അതെ, ഒരുപാട് കുറെ സ്ഥലങ്ങളിൽ ഇപ്പൊ ഇങ്ങനെ പറയും കേൾക്കുന്നുണ്ട് അല്ലെ. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? അവിടെ അവർ ആ ഒരു എംപ്ലോയീസ് അല്ലെങ്കിൽ ആ ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ആ ഒരു കമ്പനി നേരിട്ട് വന്ന് എന്ത് ചെയ്യുന്നു? ഉള്ള ആപ്ലിക്കേഷൻസിൽ നിന്ന് നേരിട്ട് വന്നാണ് നിയമനം നടത്തുന്നത്. അതാണ് അവിടുത്തെ പ്രത്യേകത. അതാണ് ഡയറക്റ്റ് മെത്തേഡ്. ഇൻഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ എങ്ങനെയൊക്കെ ആയിരിക്കും?
ഇൻഡയറക്റ്റ് അവർ നേരിട്ട് നമ്മൾ കാണുന്നത് അത് ഇന്റർവ്യൂയിലൂടെ അഡ്വർടൈസ്മെന്റ്സിലൂടെ നമ്മൾ പലതരത്തിലുള്ള പരസ്യങ്ങൾ ന്യൂസ് പേപ്പറിൽ കാണാറുണ്ട്, അല്ലെങ്കിൽ റേഡിയോയിലൂടെയോ, അല്ലെങ്കിൽ നമ്മുടെ നെറ്റിലൂടെയോ അല്ലെ വെബ്സൈറ്റുകളിലൂടെയോ അങ്ങനെ ഒരുപാട് കാണാറില്ലേ? അത് തന്നെയാണ് ഇൻഡയറക്റ്റ് മെത്തേഡിൽ വരുന്നത്. തേർഡ് പാർട്ടി മെത്തേഡ് എന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും അല്ലെ. ഓൾമോസ്റ്റ് ഒരു ജോലി അന്വേഷിക്കുന്ന ആളുകൾക്ക് അറിയാത്തതൊന്നും അല്ല തേർഡ് പാർട്ടി മെത്തേഡ് എന്ന് പറയുന്നത്. എന്താണ് തേർഡ് പാർട്ടി മെത്തേഡ്? ഏജൻസികൾ വഴി അല്ലെ, പ്ലേസ്മെന്റ് ഏജൻസി അല്ലെങ്കിൽ കൺസൾട്ടൻസി ഏജൻസികൾ അല്ലെ, ജോബ് കൺസൾട്ടൻസി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സ്ഥാപനങ്ങൾ ഇപ്പോൾ നമ്മുടെ നാട്ടില് അവൈലബിൾ ആണ്. അവരിലൂടെ നമ്മുടെ റിക്രൂട്ട്മെന്റ് ആവുന്നതാണ് എന്ത് തേർഡ് പാർട്ടി മെത്തേഡ് എന്ന് പറയുന്നത്. ഒരു ജനറൽ ഐഡിയ കിട്ടിയോ? ഓ, ഇനി നമുക്ക് നോക്കാം. നോക്കിയേ, ഡയറക്റ്റ് മെത്തേഡ് എന്താണുള്ളത്? ദിസ് കൺസിസ്റ്റ് ഓഫ് സെൻഡിങ് ട്രാവലിംഗ് റിക്രൂട്ടേഴ്സ് ടു എഡ്യൂക്കേഷണൽ ആൻഡ് പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എംപ്ലോയീസ് കോൺടാക്ട്സ് വിത്ത് പബ്ലിക് ആൻഡ് എക്സിബിഷൻസ്. ഇനി എന്ത് ചെയ്യുന്നു? ഡയറക്റ്റ് മെത്തേഡിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സെൻഡിങ് ട്രാവലിംഗ് റിക്രൂട്ടേഴ്സ്, യാത്ര ചെയ്ത് പോകുന്ന റിക്രൂട്ടേഴ്സ് എന്ത് ചെയ്യുന്നു? അവർക്ക് വല്ല എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസമായിട്ടുള്ള സ്ഥാപനങ്ങൾ അല്ലെ, പ്രൊഫഷണൽ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് സ്ഥാപനങ്ങളിലേക്ക് ഇവരെന്ത് ചെയ്യുന്നു? റിക്രൂട്ട്മെന്റിനായിട്ട് വിടുകയാണ് ചെയ്യുന്നത്. അപ്പൊ നേരിട്ട് അവർ ചെല്ലുകയാണ് അല്ലെ, ആ ഒരു കമ്പനിയുടെ പ്രതിനിധി നേരിട്ട് അവിടെ ചെന്ന് എന്ത് ചെയ്യുന്നു? അല്ലെങ്കിൽ എംപ്ലോയീസിന്റെ കോണ്ടാക്ട് കിട്ടുക, അവര് കൂടുതൽ കോണ്ടാക്റ്റിൽ വരുന്ന പബ്ലിക് ഇടങ്ങൾ നോക്കി നമ്മൾ തൊഴിൽ മേളകളോ അല്ലെങ്കിൽ ജോബ് ഫെയർസ് മുതലായിട്ടുള്ള കാര്യങ്ങൾ സംഘടിപ്പിക്കുന്നു. ഇപ്പൊ കോളേജുകളിലാണെങ്കിൽ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സെന്ററുകളിലാണെങ്കിൽ അവിടെ ക്യാമ്പസ് സെലക്ഷൻ പോലെയുള്ള പ്രൊസീജിയർ ഒക്കെ നടത്തുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം അവർ നേരിട്ട് വന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റിക്രൂട്ട് ചെയ്യുന്നത് അല്ലെ. അതാണ് ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ആൻഡ് വൺ ഓഫ് വൈഡ്ലി യൂസ്ഡ് ഡയറക്റ്റ് മെത്തേഡ്സ് ഇസ് ദാറ്റ് ഓഫ് സെൻഡിങ് റിക്രൂട്ടേഴ്സ് ടു കോളേജസ് ആൻഡ് ടെക്നിക്കൽ സ്കൂൾസ്. ഇനി ഏറ്റവും പ്രധാനമായിട്ട് അല്ലെങ്കിൽ വൈഡ്ലി ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കാണുന്ന അല്ലെ, ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ വൈവിധ്യമാർന്ന രീതിയിൽ നമ്മൾ കാണുന്ന ഒരു ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് സെൻഡിങ് റിക്രൂട്ടേഴ്സിനെ എങ്ങോട്ട് വിടുന്നു? കോളേജസ് ആൻഡ് ടെക്നിക്കൽ സ്കൂൾസ് അല്ലെ. ടെക്നിക്കൽ ആയിട്ട് പഠിച്ച സ്കൂളുകളാകുമ്പോൾ അതിന്റെ ടെക്നിക്കൽ ആയിട്ടുള്ള കോഴ്സുകൾ പഠിക്കുന്ന കോളേജുകളിലെ പഠിപ്പിക്കുന്ന സ്കൂളുകളിലെ വൊക്കേഷണൽ രീതിയിലുള്ളത്, അപ്പൊ അങ്ങനെയുള്ളതൊക്കെ പഠിക്കുമ്പോൾ അവർക്ക് കുറച്ചും കൂടി അവർക്ക് പരിശീലനം ഒക്കെ കിട്ടിയിട്ടുള്ളവരാണ് അല്ലെ. അവർ നല്ല രീതിയിൽ പ്രാക്ടിക്കൽ ആയിട്ടുള്ള സ്കിൽസും കാര്യങ്ങളും ഒക്കെയുടെ ആയിട്ടുള്ളവരായിരിക്കും. അപ്പൊ അവരെയൊക്കെ പെട്ടെന്ന് നിയമനം നടത്തി കഴിഞ്ഞാൽ ഇവർക്ക് എന്താ അതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത്? ഇത് ഫ്രഷേഴ്സ് ആണ്, സാലറി കൊടുക്കണ്ട, അതുപോലെ തന്നെ ആദ്യമായിട്ട് അവർ ജോലി ചേർന്നത് കൊണ്ട് തന്നെ അവരുടെ മാക്സിമം എല്ലാ കഴിവുകളും അവരവിടെ എന്ത് ചെയ്യും? എടുക്കുകയും ചെയ്യും. അപ്പൊ അതൊരു ബെനിഫിറ്റ് കൂടിയാണ് കേട്ടോ, ആ ഒരു സ്ഥാപനത്തിന്റെ ബെനിഫിറ്റിന് കൂടി വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഒരു ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ആ കമ്പനി നേരിട്ട് റിക്രൂട്ടേഴ്സിനെ ആ സ്ഥലത്തേക്ക് അയച്ചുകൊണ്ട് അവരുന്ന ആപ്ലിക്കൻസിൽ നിന്നും കൃത്യമായിട്ടുള്ള ആളുകളെ നേരിട്ട് സെലക്ട് ചെയ്യുന്നു. Then indirect method എന്ന് പറയുന്നത് advertising in newspapers, on the radio, in trade and professional journals, technical magazines and brochures are mostly included in this method. നേരിട്ടല്ലാത്ത രീതിയിൽ, അതായത് അഡ്വർടൈസ്മെന്റ്സ് അല്ലെങ്കിൽ പരസ്യം നൽകുകയാണ് ചെയ്യുന്നത്. ന്യൂസ് പേപ്പറിലാവാം അല്ലെങ്കിൽ റേഡിയോയിലൂടെയാവാം. ആ ഇൻട്രേഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പലതരത്തിലുള്ള വെബ്സൈറ്റുകള് കാര്യങ്ങളിലൂടെ നമ്മൾ ജോലി നോക്കാറില്ലേ? ഇല്ല, നിങ്ങൾ നോക്കാറുണ്ടാവുമല്ലോ പലതരത്തിലുള്ള ഇൻഡീഡ്, ലിങ്ക്ഡിൻ, അങ്ങനെ ഒരുപാട് ഇതുണ്ടല്ലോ അല്ലെ, ഓൺലൈൻ ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസ്. അതിലൂടെ പേഴ്സണൽ ജേർണൽസ്, പ്രൊഫഷണൽ ആയിട്ടുള്ള ജോലിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ വരുന്ന ജേർണലുകളിൽ നിന്ന് അല്ലെങ്കിൽ ടെക്നിക്കൽ മാഗസീനുകളിലൂടെ, ബ്രോഷേഴ്സിലൂടെ എല്ലാമാണ് ഇൻഡയറക്റ്റ് മെത്തേഡിലൂടെയുള്ള നിയമനം നടക്കുന്നത്. തേർഡ് വൺ ആണ് തേർഡ് പാർട്ടി മെത്തേഡ് അല്ലെ, മൂന്നാം കക്ഷി. ദ യൂസ് ഓഫ് കൊമേഴ്ഷ്യൽ ഓർ പ്രൈവറ്റ് എംപ്ലോയ്മെന്റ് ഏജൻസി, ഒരു വാണിജ്യപരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു എംപ്ലോയ്മെന്റ് നൽകുന്ന ഒരു ഏജൻസി വഴിയാണ് ഇത് ചെയ്യുന്നത്. സ്റ്റേറ്റ് ഏജൻസി, സംസ്ഥാനത്തിലുള്ള ഏജൻസികളാവാം, ഓർ പ്ലേസ്മെന്റ് ഓഫീസസ് ഓഫ് സ്കൂളുകളുടെ അല്ലെങ്കിൽ കോളേജുകളില് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്ഥാപനങ്ങളിലൊക്കെ, പ്രൊഫഷണൽ ആയിട്ടുള്ള സ്ഥാപനങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന പ്ലേസ്മെന്റ് കൊടുക്കാനുള്ള ഓഫീസുകൾ ഉണ്ടായിരിക്കും. ആൻഡ് റിക്രൂട്ടിംഗ് ഫേംസ്, നിയമനം നടത്തുന്ന സ്ഥാപനങ്ങള്, മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള കൺസൾട്ടിംഗ് ഫേമുകള്, ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് അല്ലെ. നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ വേറെ ഏതെങ്കിലും സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ജോലി വേക്കൻസി വന്നാൽ അവരെന്ത് ചെയ്യും? കൂടെയുള്ള ഫ്രണ്ട്സിനോട് പറയില്ലേ, എന്റെ ഓഫീസിൽ ഇങ്ങനെ ഒരു വേക്കൻസി വരുന്നുണ്ട് കേട്ടോ, നിനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അന്ന് അപ്ലൈ ചെയ്യുന്ന പറയാറില്ലേ?
അല്ലെ ഫ്രണ്ട്സ്? അറിയാവുന്നവരൊക്കെ പറയും അല്ലെ, അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് പറയും ഇല്ലേ, എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ഒരു വേക്കൻസി ഇന്ന സ്ഥലത്ത് വരുന്നുണ്ട് കേട്ടോ, താല്പര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിൽ ക്വാളിഫൈഡ് ആണെങ്കിൽ നീ ഒന്ന് ചെയ്ത് നോക്ക് എന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, കമ്മ്യൂണിക്കേഷനിലൂടെയോ ഈ പറയുന്ന ഒരു മറ്റൊരു വ്യക്തിയിലൂടെയാണ് നമ്മൾ അത് അറിയുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഫ്രണ്ട്സ് ആയിരിക്കാം, റിലേറ്റീവ്സ് ആവാം, ഇതുപോലെയുള്ള എംപ്ലോയ്മെന്റ് നൽകുന്ന ഏജൻസികൾ മുതലായവയിലൂടെ നൽകുന്നതാണ് തേർഡ് പാർട്ടി മെത്തേഡ് എന്ന് പറയുന്നത്. വേഗം ഒന്ന് വായിച്ചു നോക്കി, ക്ലിയർ ആണോ എന്ന്? മെത്തേഡുകള് ഇൻഡയറക്റ്റ്, ഡയറക്റ്റ്, ഇൻഡയറക്റ്റ്, തേർഡ് പാർട്ടി, മൂന്ന് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി വേണ്ടിയിട്ട് ഭാഗമാണ് കേട്ടോ. അതിൽ നിന്ന് ചോദ്യം വരാം കേട്ടോ. ക്ലിയർ ആണെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്യാം കേട്ടോ. ക്ലിയർ ആണോ? ഓ, നെക്സ്റ്റ് ഒരു ചെറിയ ഭാഗം കൂടി ഉണ്ട്, മെത്തേഡ് ഓഫ് അസസ്മെന്റ് ഓഫ് ദ റിക്രൂട്ട്മെന്റ് പ്രോഗ്രാംസ് അല്ലെ. എങ്ങനെയാണ് റിക്രൂട്ട്മെന്റ് പ്രോഗ്രാം ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് നടത്തിയതിനു ശേഷം നമ്മൾ ആ രീതികളൊക്കെ എന്ത് ചെയ്യുന്നു, ഒന്നും കൂടി അസസ് ചെയ്യുന്നു അല്ലെങ്കിൽ വിലയിരുത്തുന്നു. ഒരു റിക്രൂട്ട്മെന്റ് ഒക്കെ നടത്തി നമ്മുടെ ജീവനക്കാരെ നിയമിച്ചു, അത് കഴിഞ്ഞു കഴിയുമ്പോൾ അത് എന്ത് ചെയ്യണം, ഒന്നുകൂടി വിലയിരുത്തണം. നല്ല രീതിയിലുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള നല്ല കഴിവുള്ള വ്യക്തികളെ തന്നെയാണോ നമ്മൾ അവിടെ നിയമിച്ചിരിക്കുന്നത്, ആ നിയമനം ശരിയായിരുന്നോ, ഇനി എന്തെങ്കിലും അപാകതകൾ അതിൽ വന്നിട്ടുണ്ടോ എന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഒന്നും കൂടി വിശകലനം ചെയ്യുന്നതിനെയാണ് നമ്മൾ മെത്തേഡ് ഓഫ് അസസ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, റിക്രൂട്ട്മെന്റിംഗ് സോഴ്സസ് ഷുഡ് ബി പീരിയോഡിക്കലി അസസ്ഡ്. എപ്പോഴും റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ട് ഉപയോഗിച്ച സോഴ്സുകൾ അല്ലെങ്കിൽ ഉറവിടങ്ങള്, അതുമായി ബന്ധപ്പെട്ട രീതികള് മുതലായ എല്ലാ കാര്യങ്ങളും ഇടയ്ക്കിടെ വിലയിരുത്തൽ നടത്തേണ്ടതുണ്ട്. ഫോർ ദിസ് പർപ്പസ്, ഈ ഒരു വിലയിരുത്തൽ നടത്തുന്നതിന് വേണ്ടിയിട്ട് ദ ക്രൈറ്റീരിയ മേ ബി ദ കോസ്റ്റ് പെർ ആപ്ലിക്കന്റ്. ഇതിന്റെ പ്രധാന മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? കോസ്റ്റ് പെർ ആപ്ലിക്കന്റ്, ഓരോ ആപ്ലിക്കൻസിനും അല്ലെങ്കിൽ ഓരോ അപേക്ഷകർക്കും ആവശ്യമായിട്ടുള്ള ചിലവാക്കിയിട്ടുള്ള തുക അല്ലെ. കോസ്റ്റ് പെർ ആപ്ലിക്കന്റ് എന്ന് വെച്ചാൽ എന്താ, ചിലവാക്കിയിട്ടുള്ള തുക അല്ലെങ്കിൽ അവർക്ക് വേണ്ടി വന്ന ചിലവ് എന്ന് പറയുന്നത് എന്താ, ഒരു ജീവനക്കാരൻ നിയമിക്കുമ്പോൾ അവർക്ക് ഇത്ര സാലറി പാക്കേജ് ആയിരിക്കും അല്ലെ, ഒരു മാസത്തേക്ക് ഇത്ര രൂപ കൊടുക്കാം എന്ന രീതിയിലല്ലേ നമ്മൾ അപ്പോൾ പോയിന്റ് ചെയ്യുന്നത്. അതാണ് ആ അപേക്ഷകന്റെ ചിലവ് എന്ന് പറയുന്നത്. Then the applicant or hiring ratio, അവിടെ ആ ഒരു ആപ്ലിക്കന്റിൽ അപേക്ഷകരുടെ അല്ലെങ്കിൽ അവിടെ നിയമന അനുപാതം എത്രത്തോളം നടന്നിട്ടുണ്ട്. Then tenure എന്ന് പറഞ്ഞാൽ കാലാവധി അല്ലെ, എത്ര നാളത്തേക്കാണ് അവരെ നമ്മൾ അപ്പോയിന്റ്മെന്റ് ചെയ്തിരിക്കുന്നത്. Then പെർഫോമൻസ് അപ്രൈസൽ എന്ന് വെച്ചാൽ അവരുടെ പ്രകടന മൂല്യനിർണ്ണയം. അവർ എത്ര, ഇപ്പൊ നമ്മൾ ഒരാളെ നിയമിച്ചത് കൊണ്ട് കാര്യമില്ല, ആ നിയമിച്ച വ്യക്തി ആ പറയുന്ന ജോലി നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടോ, അവരുടെ പ്രകടനം എത്രത്തോളം ഉണ്ട് എന്ന കാര്യങ്ങളൊക്കെ വിലയിരുത്തുന്നതാണ് മെത്തേഡ് ഓഫ് അസസ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ വേറെ ഒന്നുമില്ല, റിക്രൂട്ട്മെന്റ് ഒക്കെ നടത്തി കഴിഞ്ഞാലും ഒന്നും കൂടി ഈ പ്രോസസ് എല്ലാം ശരിയായിരുന്നോ, എന്തെങ്കിലും അപാകതകൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് വിലയിരുത്തൽ നടത്തുന്നതാണ്. അതിൽ എപ്പോഴും ആനുകാലികമായിട്ട് അല്ലെങ്കിൽ ഇടയ്ക്കിടെ ഇത് വിലയിരുത്തിക്കൊണ്ടിരിക്കണം. അവരുടെ ആ ഒരു വ്യക്തികൾക്ക് ചിലവാകുന്ന അതിന് വേണ്ടി വരുന്ന തുക, ഈ ചിലവ് എത്രത്തോളം ഉണ്ട്, അവർക്ക് എത്രയാണ് മാസം സാലറി കൊടുക്കുന്നത്, അതുപോലെ അവിടെ ആ ഒരു ആപ്ലിക്കന്റിന്റെ അല്ലെങ്കിൽ അവിടെ നിയമിച്ചിട്ടുള്ള റേഷ്യോ, നിയമന അനുപാതം എത്രത്തോളം ഉണ്ട്, അവരുടെ കാലാവധി എത്ര നാളാണ് ആ ജോലി പ്രവേശിക്കുന്നത്, ആ ഒരു കാലാവധി ചിലപ്പോൾ 6 മാസത്തേക്ക് അല്ലെങ്കിൽ കോൺട്രാക്ട് ബേസിലാണ്, ചിലപ്പോൾ 1 വർഷത്തേക്കൊക്കെ ആയിരിക്കും അല്ലെ. ആ ഒരു കാലാവധി എത്ര മാസമുണ്ട്, അവരെങ്ങനെയാണ് അവരുടെ പ്രകടന നിലവാരം എത്രത്തോളം ഉണ്ട് എന്ന കാര്യങ്ങളൊക്കെ അടിസ്ഥാനമാക്കി ഈ മാനദണ്ഡങ്ങളൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കണം അവിടെ വിലയിരുത്തൽ നടത്തുന്നത്. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ, ക്ലിയർ ആണോന്ന്? ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇന്നത്തെ ഭാഗം ക്ലിയർ ആണല്ലോ? കുറച്ച് ഭാഗമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. ഓക്കെ ആണല്ലോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു. താങ്ക് യു മാം. Thank you, ma'am. താങ്ക് യു മിസ്. താങ്ക് യു മാം.